ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ തിരുവല്ലയിൽ തന്നെയാണ്. നമ്മുടെ അങ്ങനെ ഇവിടുത്തെ അവസാന വർക്ക് പരിപാടികൾ സംഭവങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി അങ്ങനെ വലിയ പണികളൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ ഫിനിഷിങ് ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ബേക്കിൽ അങ്ങനെ 4 എണ്ണം വെച്ചു. ശരിക്കും ഞങ്ങൾ ഇവിടെ 12 എണ്ണം വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് ലാസ്റ്റ് 4 എണ്ണം ആക്കി. 4 എണ്ണം ആക്കി പിങ്കി അടിച്ചു. പിങ്കി ഒന്നും കൂടി ഒരു ടൈറ്റ് ആയേനെ അല്ലേ ഗൈസ്? അപ്പോൾ ഇവിടെ പിങ്കി കുട്ടീനെ അടിച്ചു. പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ പാച്ചൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മളെ കാണാൻ വേണ്ടി വന്ന നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ പേരെന്നാടാ? നവീൻ. നവീൻ്റെ വീട് എവിടെയാ? തുരുത്തി. തുരുത്തി. ചേട്ടൻ്റെ പേരെന്നാ? മകേഷ് ചേട്ടൻ. പേരെന്നാ? കണ്ണൻ. വീട് എവിടെയാ? വീട് യെസ്. ഇവരൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നു. 11 മണി. അതാണ് ഞങ്ങളുടെ നേരത്തെ. പാത്തിന് എത്ര മണിക്ക് വന്നു വെച്ചാ? 9:50. ഓ പോയില്ല. ഫ്രണ്ടിൽ ഏകദേശം സാധനം സെറ്റായിട്ടോ. ദേ ഫ്രണ്ടിൽ ഏകദേശം സംഭവം സെറ്റായി. ആഹാ, അത് ഇറക്കട്ടെ. ഇത് കുറച്ച് ദിവസം വെക്കത്തുള്ളൂ കേട്ടോ നമ്മൾ. അത് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരും. ഈ സാധനം തിരിച്ചു വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മൾ തിരിച്ചു വരും. ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമ്മളൊരു പരിപാടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഗൈസ്. ഇനി ആ മേലത്തെ സാധനം ടോപ്പ് കൂടെ വന്നതിന് ലുക്കാവും. ഇനി ടോപ്പ് വെച്ച് പാച്ച മറ്റേതും കൂടി അല്ലേ ഉള്ളൂ പാച്ച? കഴിഞ്ഞല്ലോ. വേറെ ഒന്നും പറയുന്നില്ല. മിണ്ടി ഒരു ഉപകാരം ചെയ്ത് തരണം. ലാസ്റ്റ് ഇവൻ്റെ സീറ്റിൻ്റെ അവിടെ ഒരു ബോൾട്ട് വരണം. ആ ബോൾട്ട് ഇട്ട് തരണം. സിമ്പിൾ പരിപാടി, വേറെ ഒന്നുമില്ല. അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ സ്റ്റൂളുണ്ടോ കയറി നിൽക്കാൻ? കമ്പി എന്തിയാ മിറ്റ? കമ്പി അതിനകത്ത് തന്നെ ഉണ്ട്. എവിടെ? അല്ല വലിയ കമ്പി എന്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്താ? അത് മറക്കല്ലേ, ഞങ്ങൾക്ക് തന്നു പറഞ്ഞേ. ഞങ്ങൾക്ക് തൂക്കാറുണ്ട്. എല്ലാ സാധനം മറന്നു വെക്കല്. അടുത്ത വഴിയിലാവും. അത് എവിടെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഗൈസ്? അതായത് സൈഡായി ഫ്രണ്ടായി ബാക്കായി. ഇനി ടോപ്പും കൂടി ഉള്ളൂ. പിന്നെ സൈലൻസിൻ്റെ പരിപാടിയും കൂടി ഉള്ളൂ. വേറെ പരിപാടികളും സംഭവങ്ങളൊന്നുമില്ല. പാച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നല്ലോ. ഒന്ന് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്നുള്ള. അവൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പുകയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. വെള്ളപ്പുക ഉണ്ടോ? കറുത്ത പുക എന്തായാലും ഉണ്ടാവും. ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. 1 2 3 4 5 6 ഒറ്റ എണ്ണത്തിന് കണക്ഷൻ ഇല്ല കേട്ടോ. ലൈറ്റും ഇല്ല. വെറുതെ ഒരു ഷോ, ഒരു രസം, ഒരു സന്തോഷം. പിങ്കി മോൾ നോക്കൂ. പിങ്കി രസമുണ്ടല്ലേ? പക്ഷെ ഫുൾ പെയിന്റ് പിങ്കി ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. പിങ്കി രസമുണ്ടല്ലേ? ചെറിയ കുഴപ്പമൊക്കെയാണ്, കുഴപ്പമില്ല. അമിത്തിന്റെ ഒറ്റ നിർബന്ധമല്ലേ പിങ്കി അടിച്ച? പിന്നല്ലേ പാച്ച കറണ്ട് കട്ട് ഓഫ്. ഗൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി പുകയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി കേട്ടോ. റേസിംഗ് കുറച്ചിട്ടാക്കും. വ്യത്യാസമില്ല ഇഞ്ചിൻ സൗണ്ട്. റേസിംഗ് കുറച്ചിട്ടാക്കുന്ന ആണോ? അതാ സൗണ്ട് വ്യത്യാസം. കുറപ്പിച്ചായിരുന്നു ഞാൻ. കാലം എടുത്ത് എണ്ണ കറങ്ങത്ര വന്ന് പോയില്ല. 2 കാലം കൊടുക്കാം. വലിയ പുക വന്നില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നില്ല. പുകയില്ലായിരുന്നല്ലോ. ചെറിയൊരു പുകയില്ല വന്നുള്ളൂ. മറ്റേ സ്റ്റാർട്ട് പുകയോട് പുകയില്ലായിരുന്നോ? ഒന്ന് റൊട്ടേഷൻ ചെയ്യട്ടെ, എന്നിട്ട് ചെയ്യാമല്ലേ? ഇല്ലല്ലോ. ഇല്ല പാച്ച, രക്ഷപ്പെട്ടു. കഴിഞ്ഞു. നോർമൽ അത്. ഡീസൽ വണ്ടിക്ക് അത് എന്തായാലും ഉണ്ടാവും. ഇത് യൂറോ 2 മറ്റേ പുള്ളിക്കാരൻ യൂറോ 1 ആണെന്നാ പറഞ്ഞത്. യൂറോ തുടങ്ങിയപ്പോൾ ഉള്ള സാധനമാണെന്ന് പറഞ്ഞത്. സ്ക്രൂ അടിക്കാണേ ഉള്ള വെറുതെ സ്ക്രൂ അടിച്ചാൽ മതി. പാച്ചാൻ മറിക്കാം. എൻ്റെ ഉഷാറായിരുന്നു. എന്തെങ്കിലും അടിച്ചോ? കണ്ണിനൊക്കെ അതിൻ്റെ ഇത് കാണാറുണ്ടല്ലോ. കാറ്റിനും എല്ലാം കൊടുത്തോളാം നീ. അല്ല നീ തന്നെ അടിച്ചോ? ടച്ചിങ്സ് എന്നായിരുന്നു? മുട്ടയോ? എനിക്ക് തോന്നി. വലിച്ചേ നന്നായിട്ട്.
ആ ആ ആ വന്നു വന്നു. സംഭവം ഇത് കറക്റ്റ് ആയിരുന്നു, നമുക്ക് മണ്ടത്തരം പറ്റിയതാ. ഇതാ വലിഞ്ഞു പൊങ്ങൂലേ, അത് പൊങ്ങി അങ്ങ് പോവുമായിരുന്നു. നമ്മളെ വലിയ വിചാരിച്ചു സ്പ്രിങ്ങോട് കൂടി പോകുന്നു. അതാ സംഭവിച്ചു പോയ അല്ലായിരുന്നു ഒരു അവസാനം ടച്ചിങ്സ് ഇല്ലാതെ ഈ തുളസിയോ വിക്സ് എന്തൊക്കെ നക്കിയെന്ന് എന്തൊക്കെയാ പറഞ്ഞല്ലോ. എടാ നിനക്ക് അത്യാവശ്യം ഇലക്ട്രിക്കൽ അറിയത്തില്ല, എൻ്റെ ലൈറ്റിന് ഒന്ന് കണക്ഷൻ കൊടുത്തേ ഫ്രണ്ടിലത്തെ. ഇതിനല്ല, അവിടെ മറ്റേ കറുത്ത ലൈറ്റ് അയച്ചത് അതിൻ്റെ കണക്ഷൻ അവിടെ വന്ന് കിടപ്പുണ്ട്. അല്ല ആ വന്നതിൻ്റെ അന്ന് ഇത് കൊടുത്താലും മതി, വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കണമെന്നില്ല. പാച്ച അപ്പോൾ ഇവിടെ ഇടാനോ പാച്ച? എന്നെ ഇടാനോ കുത്തിടാനോ? ആ അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇനി അതും കൂടെ സംഭവം ലോക്ക് വീണു, സംഭവം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പാച്ചൻ അവിടെ സംഭവങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ലോക്ക് വീണു. അതെത്തും പാച്ച, ടെൻഷൻ അടിക്കേണ്ട കേസേ ഇല്ല. ഈ മെഷീൻ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ഫാക്റ്റ് കൂടെ ഉണ്ടല്ലേ? അല്ല ഇത് വേണേ നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണേ വലിക്കാവോ? പൊക്കുന്ന കേസാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ജാക്കിയൊക്കെ ഉണ്ടാക്കണം. അല്ല ആ സാധനം വേറെ വാങ്ങാൻ പറ്റുമോ? ഇല്ല ഇല്ല എന്നറിയോ, ഇതിനൊരു ബേസ് ഉണ്ടാക്കിയിട്ട് പൊക്കാനും താത്താനൊക്കെ പറ്റുന്ന കറക്കി വലിയ വണ്ടിയുടെ പണി വരുന്നില്ലല്ലോ, ചെറിയ വണ്ടിയുടെ മാത്രമല്ലേ നമുക്ക് വരുന്നുള്ളൂ. ഇവിടെയാണ് ഇപ്പം നമ്മുടെ സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മേളില് ബോണറ്റ് ചളിങ്ങിപ്പോയി. അതങ്ങനെ പൊങ്ങിയിരുന്നേ. വേറെ എന്തിനും കൊണ്ടോ? ഇല്ല നീ മറ്റേ ഇത് ലോക്ക് സാധിക്കേ. ബോണറ്റ് ചളങ്ങി, ബോണറ്റ് ചളങ്ങിപ്പോയി, പരിപാടി പാളി പോയടാ. ഇല്ല ചളങ്ങിയിട്ടില്ല, അന്ന് അടിച്ചാൽ മതി. നീ ഊരിയിട്ടൊന്ന് അടിക്കേണ്ടി വരും. ചളങ്ങി നന്നായിട്ട് ചളങ്ങിയോ? ഊരിക്കടാ, അതാരെ പൊക്കി വെച്ചേ? അയ്യോ ചടീനെ അയക്കട്ടെ, എന്നാ തട്ടാം. പാച്ചാ നേരെ ആക്കണം, ഉള്ളി തട്ടി കൊടുക്കണം. അത്ര വല്ല ഉള്ളൂ ഇതിന്. ഈ ഇവിടുന്ന് ഇതൊന്ന് വലിച്ചു വെച്ചാൽ ഇതെന്തോ സാധാരണ മെറ്റീരിയൽ. മറ്റു സാധനം ഉണ്ടോ വലിക്കുന്ന? പുള്ളറുണ്ടോ? അല്ല അത് നമുക്ക് അടിച്ചാൽ പോരെ, സിൽവർ ഉണ്ടല്ലോ ഇവിടെ. പുള്ളറിന് വലിച്ചാൽ മതി. ഇതും അങ്ങനെ വലിച്ചാൽ പോരെ? വേറൊന്നും ഇല്ലല്ലോ. നമസ്കാരം. താത്തട്ടെ? താത്തിക്കോ? ആ പറഞ്ഞു കേട്ടോ. താത്തു എടാ താത്തു ആണേ ആണോ? പേരെന്നാ? വീട് എവിടെയാ? റേഡിയേറ്റർ കൊണ്ടില്ലല്ലോ ചേട്ടാ. അതിൻ്റെ അവിടെ വേറെ സാധനങ്ങളൊന്നുമില്ല. പാച്ചാൻ താത്തു ആണേ, പൊക്കുവാണേ. വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണ്. പേര് പറഞ്ഞത് അരുൺ എന്നാണ്, ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. ചേട്ടൻ്റെ പേരെന്നാ? അഖിൽ. എത്ര വയസ്സുണ്ട്? വാവ്. അപ്പം നിനക്ക് 20 എനിക്ക് 18 നിന്റെ വീട് എവിടെയാ? ആ ഗൈസ്, അപ്പം നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് ബിൽഡ് ചെയ്യാനുള്ള ക്ലാമ്പ്, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ ഫ്രെയിം, മേലേക്ക് ലൈറ്റ് വെക്കാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഇതാ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി സെറ്റപ്പാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ് ഓരോന്നായിട്ട്. അപ്പം ഇപ്പം മേളിൽ ഈ സാധനം ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ക്യാബിനുകൾക്ക് ഓവർ കട്ടിയില്ല. മറ്റേതാണ് എന്നെ ഇവിടെ നമ്മൾ മറ്റേ കണ്ട ആ സാധനമാണ്, അതിന് തുളയിടാനേ പറ്റുള്ളൂ. ബലൂൺ പോലെ തൊട്ടാ ചളങ്ങി പോകുന്ന സാധനമല്ലേ. ഇതിന് പിന്നെയും ഗേജ് ഉണ്ട് കേട്ടോ. പുതിയ വാഹനങ്ങൾക്കൊന്നും കട്ടിയില്ല, അപ്പം ഇതിന് പിന്നെയും ഒരു കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അല്ല പാച്ച, ഇത് പിടിപ്പിച്ചിട്ടാണോ ബാക്കി ചെയ്യുന്നത്? ലൈറ്റ് പിടിപ്പിച്ചിട്ട് വെൽഡ് ചെയ്യാനാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നുള്ള അത് പിന്നെ നടുക്കൊന്നും കൂടെ 3 വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയത്തില്ല ഏകദേശം. അത് ക്ലാമ്പ് ഇതായിട്ട് തന്നെ സ്പേസ് വ്യത്യാസം ഉണ്ടോ എന്ന്. അപ്പോൾ പാച്ച ഒരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫിറ്റ് ചെയ്യാന്നല്ലേ, ഊരി എടുത്തിട്ട് കഴിഞ്ഞ കേട്ടോ. ഏകദേശമൊക്കെ ലുക്ക് നോക്കണം ഫ്രണ്ടിലേക്ക്. അടിപൊളിയായില്ലേ? നമ്മൾ ഈ സാധനം ഇവിടെ ആദ്യമായിട്ട് കാണുന്നറിയോ? ഈ സാധനം ആദ്യമായിട്ട് അല്ലല്ല, തായ്ലൻഡ് നമ്മൾ കണ്ടത് മൊത്തത്തിലുള്ള ഈ സാധനം നമ്മൾ ആദ്യമായിട്ട് റഷ്യയിലാണ്, അല്ല ഇവിടെ ഇവോക്കോയുടെ ഒരു ട്രക്ക്, ഇതിൻ്റെ തന്നെ സെയിം സാധനം കാർഗോ എന്ന് പറഞ്ഞ സാധനം
യൂറോപ്പിൽ ഒരു സ്ഥലത്ത് ഞാൻ ഇതേപോലെ സാധനം കണ്ടായിരുന്നു, റാലിക്ക് വന്നൊരു വണ്ടി. ഇന്ന് വൈകുന്നേരം പോകും. ഇന്ന് കഴിഞ്ഞു. ആ, ഇന്നൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും, ഉച്ചയല്ല, ഇല്ല ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന്. ആ അല്ല, ഇന്നല്ല, ഇന്ന് വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ. എപ്പോൾ ഇവിടെ കണ്ടില്ലോ നിന്നെ? ദിവസം വന്നു, അപ്പം രാത്രിയാണ് 8:30 അപ്പോൾ നമ്മളിവിടെ ഉണ്ടാവില്ല. മൂന്നാമത്തെ ദിവസം ഒന്നും കണ്ടില്ലേ? ഒന്നിപ്പഴിച്ചാൽ 3 വിശ്വാസം ഉണ്ടല്ലോ, അത് മതി. ഇപ്പം കറക്റ്റ് കണ്ടില്ലേ? അത് ഡിസ്പ്ലേ എന്തെങ്കിലും മാറ്റാണ്ട് വേഗം കൊടുത്തോട്ടെ, ഇപ്പം ശരിയാക്കി തരും. ഏതാ പോസ്റ്റ് കൺട്രോൾ. നമ്മുടെ ഗ്രില്ലൊന്ന് വളഞ്ഞു, ഒന്ന് നേരെയാക്കി എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അല്ലേ പാച്ചാ ഒന്ന് ബേക്കിൽ ഒരു തട്ട് കൊടുത്ത് സെറ്റപ്പാക്കി സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ഇത്ര കയറുള്ളൂ പാച്ചാ അല്ലേ? നീളമുള്ള ബോട്ട് ആയിരുന്നെങ്കിലോ മേടിച്ചാലോ? ഏതാ ഒന്നും ഉണ്ടാവുമോ? എന്നാ പറ്റിയേ? ഇവിടെ ഇത്രേ ഉള്ളൂ ബാലൻസ്. വീട് പോയേട്ടാ? ഉറപ്പാണോ? സ്പോട്ട് അടിക്കണോ? സ്പോട്ട് അടിച്ചു കൊടുത്താലോ? സ്പോട്ട് അടിച്ചാലോ? ഇത് മൊത്തത്തോടുകൂടി ഇല്ല നമ്മൾ റിമൂവ് ചെയ്യുന്നേ. ആ അപ്പൊ പിന്നെ ഒന്ന് സ്പോട്ട് അടിച്ചോ. പോകണ്ട, മേളിൽ നിന്ന് പോകണ്ട. ആയിക്കോട്ടെ. അല്ല ആ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഊരാൻ പറ്റില്ല. അല്ല ചേട്ടാ, ഓരോ ബോൾട്ട് അടിച്ചോ? കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയില്ല, ഗണ്ണിന് കട്ട് ചെയ്ത് ഇവിടെ ഫോട്ടോ കൊടുക്കും. ലൈറ്റ് ഉരുണ്ടുന്നുണ്ട്, ഇവിടെ ഊരിയാ പോരെ? ആ പാച്ചാ ഒരു സ്പോട്ട് കൊടുത്തരും ലാസ്റ്റ്. മേളത്തെ അല്ലേ, ഒന്ന് അടിച്ചു കൊടുത്താൽ ഓരോ സ്പോട്ട്. പാച്ച നമ്മൾ വരുന്നതിന് ഇപ്പുറം തീർക്കാൻ വേണ്ടി നോക്കി, കാരണം അഭിപ്രായങ്ങൾ കൂടുമല്ലോ. പക്ഷെ നടന്നില്ല, ഞങ്ങൾ വന്നു. ഇന്ന് പോവാണോ? അപ്പം മനു BMW കൊണ്ട് വരുന്നോ? ഇത് കഴിഞ്ഞിട്ടോ? എന്നിട്ട് ഉച്ചയായിട്ട് പോയി. ഇപ്പം തന്നെ 11:30 പാച്ച ഇന്ന് ഏതായാലും പാച്ചന് ഇവിടെ തന്നെ. മനു ജവാനാണ് ഇന്ന്. ഡാഡി വിച്ചൻ തന്നെ ചെയ്ത ബെഞ്ചും ഡെസ്കും ആണ്. പാച്ചൻ എന്തുവരെ പാച്ചൻ തന്നെ അനുഭവിച്ചോളൂ. അങ്ങനെയല്ല ഒരു കിടത്തുമല്ലേ പാച്ച? തിരിക്കടാ. തെറ്റിപ്പോയില്ലേ? അല്ലല്ല താഴോട്ടാ, അത് നേരെ കമലണം. കമലണ്ടേ? ആ അതാണ് ചോദിക്കുന്നത്. അത് നേരെ നേരെ വേക്കോട്ട് എല്ല് പൊങ്ങിയിരിക്കുമല്ലോ. ഇല്ല അത് അവർ കണക്കെടുക്കുന്നു. എത്തൂല പാച്ച. അമിതൊന്ന് കയറിച്ചെന്നെ ഒന്ന് പിടിച്ചു കൊടുക്കടാ. അവനാവൂല, അവനത്ര പൊക്കമില്ല. ഇങ്ങനെ നിൽക്കുവോ? മറ്റേപാട് നിൽക്കൂല. ഞാൻ വിചാരിച്ച കിടക്കുമായിരിക്കുമോ എന്നാ. ആ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഏരിയയിൽ ഫിറ്റ് ചെയ്യാടല്ലോ. പിന്നെ ഇങ്ങനെ നിൽക്കുവോ? മറ്റേപാട് കിടക്കൂല. അപ്പോൾ എങ്ങനെയാ പാച്ചൻ ക്ലാമ്പ് എവിടെ അടിക്കുന്നത്? അതല്ല പാച്ച, ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പ് എവിടെ അടിക്കുന്നത്? അങ്ങനെയാണാ മറ്റേ എല്ലിച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞാലോ? എല്ലിച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞാലോ? അത്ര വലിപ്പം വേണം. അതിലേ നല്ലേ. ഞാൻ ഉദ്ദേശിച്ച എങ്ങനെയാ പാച്ച? മറ്റേപ്പാടായിരുന്നു. മറ്റേപ്പാട് കിടക്കുന്ന എല്ല് താഴോട്ട് കിടന്ന്. പക്ഷെ ഇപ്പൊ ക്ലാമ്പെല്ലാം അടിച്ചു പോയില്ലേ? ആ ഇനി നോക്കണ്ട, കട്ട് ചെയ്യാം. എല്ലിച്ചിരി കട്ട് ചെയ്ത് ഒതുക്കിയാലോ പാച്ച? അത്ര പൊക്കം വേണ്ട. ആ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിന് വലിയ ഏരിയ എല്ലാം എല്ലാം നിൽക്കുന്ന പോറാണ് അല്ലേ? എന്നാ കുറയ്ക്കാം. ആ ലൈറ്റിന്റെ പകുതിയോട് വെച്ചൊക്കെ മുറിക്കാമല്ലോ പാച്ച. ആ ലൈറ്റിന്റെ പകുതിയോട് വെച്ചൊക്കെ മുറിച്ചു കളയാം. ഞാൻ ഉദ്ദേശിച്ച എങ്ങനെയാണെന്നറിയാം പാച്ച, ഇതേപോലെ ആയിരിക്കും മേളിലിരിക്കുന്നതെന്നാ. അങ്ങനെ ആയിരുന്നു വിചാരിച്ചു. പക്ഷെ ക്ലാമ്പൊക്കെ അടിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ടല്ലോ. കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ, എല്ലാം തുല്യം തന്നെയല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും എന്നാ. ഇങ്ങനെ ഇരുന്നിട്ട് ലൈറ്റ് ഇങ്ങനെ പൊങ്ങിയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ല, അത് ഇരിച്ചാൽ പോരാ വാച്ചാ. പക്ഷേ ഇല്ല, ക്ലാമ്പില്ല. ക്ലാമ്പെല്ലാം അടിച്ചു പോയില്ലേ? അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എല്ലാം തുല്യം തന്നെ. ക്ലാമ്പ് പക്ഷെ അത് കറക്റ്റ് അളവെടുത്തിട്ടുണ്ട് അടിക്കാൻ വേണ്ടി. അത് കട്ട് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്താൽ മതി. എന്നാൽ പിന്നെ എല്ലാം അടിക്കണ്ടായിരുന്നു കേട്ടോ പാച്ച, വെറുതെ എല്ലാം അടിച്ചു. ആന്നോ? ആ എന്നാ അങ്ങനെ ആട്ടെ. അല്ല കുറച്ചിരുന്നോട്ടെ, എന്തെങ്കിലും മേളിലോട്ട് ഏരിയയിൽ എന്തെങ്കിലും വെക്കാനില്ല, അതിനകത്ത് വെള്ളിങ് അടിക്കാമല്ലോ. ഫുള്ള് കട്ട് ചെയ്തിട്ടാ
ഒരു ഷോർട്ട് ഏരിയയിൽ കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞ പോലെ. ചെറുതായിട്ടുണ്ട് ഷോർട്ട് ഏരിയയിൽ എടുക്കട്ടെ. അതിൻ്റെ ക്ലാമ്പിൻ്റെ 3 ക്ലാമ്പാ ഉള്ളത്. ഞാൻ പിടിക്കണോ? അതായിട്ട് വെക്കണോ? എന്നാടാ താത്തിട്ടോ മേളിൽ കയറി നെയ്യാന്നാ? ഇങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലേ? അപ്പോൾ ഇതെങ്ങനെ എത്തിക്കും പാച്ച? ഒരു പണി ചെയ്താലോ? ഈ സാധനം ഞാൻ കേസ് വെക്കട്ടെ. ഈ സാധനം ബുക്ക് വിറ്റത് വെച്ചാലോ? എന്നാൽ പിന്നെ അങ്ങനെ ശ്രമിച്ചാൽ പോരെ നമുക്ക്? വാ ശ്രമിക്കാം. പേരെന്നാ? പേരെന്നാടാ? വീട് എവിടെയാ? മണിമല. ആ മണിമലയിൽ നിന്ന് ഇവിടെ വന്നാ? ഓ അത് ശരി. താങ്ക് യു. ഞങ്ങൾ പരിപാടി തീർക്കാനുള്ള തന്ത്രപ്പാളം. ലൈറ്റുകളൊക്കെ ഏകദേശം ഒതുങ്ങി കേട്ടോ. എല്ലാ ലൈറ്റും കയറ്റി. 21 ലൈറ്റും കയറ്റി. എടാ ഇത് അതിന് ആവശ്യം വരട്ടെ. ഇത് കളയല്ലേ? എല്ലാ സാധനവും ലോഗോയ്ക്ക് അടിക്കാൻ വേണ്ടി ഇവിടെ പാത്തിനത് പൊക്കി കൊടുക്കണം. പാത്തിന് അല്ലെങ്കിൽ പരിപാടി ഒന്നും പടാപാട്ട് തീരൂല. നമുക്കിനി ഇതും സൈലൻസറേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. നമസ്കാരം. ആ എൻ്റെ ചേട്ടാ ഒരു കൈ വെച്ചേട്ടാ. ചേട്ടാ എല്ലാവരും കൈ വെക്കട്ടോ. കൈ വെച്ചേ എല്ലാവരും. ആ അത് നിങ്ങൾ തന്നെ അങ്ങ് പിടിച്ചു വെച്ചോ. അയ്യോ എൻ്റെ നടുവും പോയി, എൻ്റെ സൈഡും വിലങ്ങി. എല്ലാം റെഡി. കണ്ടാ ഇത്ര ആളുള്ളതുകൊണ്ട് പരിപാടി നടന്നു. ഞാൻ പെട്ടുപോനെ. പാച്ചായത് ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്ക് ചെയ്തല്ലോ, അല്ലെ ഉരുണ്ട് കുളത്തി പോവും. ഇനി തന്നെ ഉള്ള കറക്റ്റ് എത്തൂലേ? ഒന്ന് പിടിച്ചു നോക്കിയാ പാച്ച. ഓ ഇനി എത്തും. സൂപ്പറായിട്ട് ഒന്ന് പിടിച്ചു നോക്കിയാ പാച്ച. എല്ലാ സ്ഥലത്തോട്ടും പാച്ചിന് അപ്പുറത്തെ സൈഡ് കയറാം. അല്ലെ ഒരു സൈഡ് വെയിറ്റ് കൂടും, ഒരു സൈഡ് വെയിറ്റ് കുറയും. കയറി നോക്കിയേ. ഇതെല്ലാം പാത്രം ഉണ്ടാക്കിക്കൊണ്ട് ഉത്തരവാദിത്തമൊക്കെ പാത്രൻ്റെ തന്നെയാണ്. ഓ മതി മതി പോരെ. ഫ്രണ്ടിലല്ലേ അടിക്കുന്നേ? നീ കൂടെ കയറണം മേളിലേക്ക് ഒരു സഹായത്തിന്. ഞാൻ ഒരു സാധനങ്ങളൊക്കെ എടുത്തു തരാം. ഗായ്സ് ഫൈനലി അങ്ങനെ മണിച്ചേട്ടൻ വന്നു. ഫൈനലി സക്സസ് മിഷനായിട്ട് സാധനം ഞങ്ങൾ പൊക്കി കേട്ടോ. ഓരോന്നോരോന്നായിട്ട് സാധനം ഞങ്ങൾ പൊക്കി ലെവലാക്കിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും വർഷമുള്ള ദിവസമാണോ മനു? പാച്ചന അവിടെ കൊടുക്കാൻ. നമസ്കാരം. ഇന്നലെ വന്ന ചേട്ടനല്ലേ? എനിക്ക് മനസ്സിലായി. ഇത്ത കൊടുക്കാനല്ലേ? ആ ഇരുമ്പമ്പി കൊടുത്താൽ മതി പാച്ച. അതൊക്കെ കിട്ടുമോ? അടിച്ചു നിൽക്കുമോ? അത് ചേർത്തല്ലേ? ഓണാക്കിക്കടാ. ഓണാക്കി മോനെ ഓണാക്കടാ. എല്ലാ സാധനവും ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മേളോട്ട് കയറ്റാം. ആ എന്നാൽ രസമായി. പാച്ചനും കുളത്തില്, വെൽഡിംഗ് മെഷീൻ കുളത്തില്, പിന്നെ ഫയർ ഫോഴ്സ്. മോലാലി ഫയർ ഫോഴ്സ്, തപ്പല്, ബഹളം. എന്തായാലും ഒരു മണിക്കൂറത്തെ പരിപാടിയും കൂടി ഉള്ളു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞു. 10 മിനിറ്റ് സൈലൻസർ വെക്കാനും 10 മിനിറ്റ് ഇത് അളവെടുക്കാൻ വേണ്ടി സ്പോട്ട് ചെയ്തോ ഗൈസ്? നമ്മുടെ മേളിൽ അങ്ങനെ നമ്മുടെ ടോപ്പ് ലൈറ്റ് വെച്ച് വണ്ടി മാറി സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 സ്ഥലത്താണ് ക്ലാമ്പുള്ളത് മൊത്തത്തിൽ. അതിൽ ഒരെണ്ണം ഇപ്പം കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓരോന്ന് കറക്റ്റ് അളവെടുത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാണ് വണ്ടി മാറി ടോപ്പ് ലൈറ്റ് വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ സെറ്റപ്പ് ഫുള്ള് കട്ട് ചെയ്യണ്ടേ നമുക്ക്? നീ പറഞ്ഞാൽ അവിടെ ഷോർട്ട് ഏരിയയിൽ കൊടുത്തിട്ട് ഒരു കൊടി വെക്കാം. അത് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ല. അവിടെ വേറെ സാധനം ഇല്ല, പറ്റൂല. ചെറുതായിട്ട് കട്ട് ചെയ്യണം. അല്ലല്ല, അത് കട്ട് ചെയ്ത് ഒഴിവാക്കണോടാ മൊത്തത്തിലാ. അല്ല ഞാൻ പറഞ്ഞ ചെറുതായിട്ട് അവിടെ വെക്കാന്ന്. സംഭവം ഇപ്പോൾ തലയെടുപ്പ് കൂടും, വണ്ടിക്ക് ഉള്ളതിലും പൊക്കം കൂടും. അല്ല ഒരു കേസ് ചെയ്താലോ? അത് അവിടെ നിന്ന് ബിൽഡിങ് പൊളിച്ചിട്ട് നേരെ ബേക്കോട്ട് അടിക്കാൻ പറഞ്ഞാൽ ആ കമ്പി അങ്ങനെ അടിക്കാൻ പറ്റില്ല. ക്ലാമ്പ് സെറ്റ് ചെയ്താക്കുന്ന വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ഒന്നേന്ന് അമിത് അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കല കേട്ടോ. വണ്ടിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയല്ലേ? തീ കയറാതിരിക്കാൻ വേണ്ടി. അതായത് ചൂടാകുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് സെറ്റപ്പ് ആകണ്ടേ. മഴയാണ് പെടും കേട്ടോ. ഈ ഒരു സാധനം സൈലൻസറും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ പോകാമായിരുന്നു. ഇന്നും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പരിപാടി പാളി. എല്ലാം ലുക്കായി കേട്ടോ. ലുക്കായി വണ്ടി. ആ 3 ക്ലാമ്പ് കറക്റ്റ് അടിച്ചാലേ അവർക്കത് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതിനെ കട്ട് ചെയ്ത് കളയുന്നത് ഏതാ? അത് ആ മറ്റേ സാധനം കട്ട് ചെയ്യുന്നത് ഏതാ? അവിടെ എന്താ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. മനസ്സിലായില്ല. പെയിന്റ് ബിൽഡിംഗ് അടിക്കാൻ വേണ്ടി അവിടെ പെയിന്റ് ചരണ്ടിച്ച് കളയുന്നത്. ഈ വണ്ടീനകത്ത് നമ്മളെന്ന് വെച്ചാൽ തുളയ്ക്കുന്നില്ല, എല്ലാം ബെൽഡ് ചെയ്ത് കയറ്റുക. അല്ലെങ്കിൽ ഇതൊക്കെ പഴക്കത്തിൽ ചോർച്ച വരും. പിന്നെ അത് അടയ്ക്കാൻ വേണ്ടി നമ്മൾ കുറേ നടക്കേണ്ടി വരും. അതെ കറക്റ്റായിടാ.
പാച്ചൻ അങ്ങനെ ആദ്യത്തെ സ്പോട്ട് അടിച്ചു തുടങ്ങി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്പോട്ട്, അത് കഴിഞ്ഞ് മൂന്നാം സ്പോട്ട്. എന്നിട്ട് പോലീസുകാർ തല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് നമുക്ക് ബീരങ്കി ഗൈസ്. ഓരോരോ പരിപാടികൾ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഞാൻ അതിൻ്റെ പരിപാടി പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ തലവേന ഞാൻ സൈലൻസറും കൂടെ ഉള്ളൂ, ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി അങ്ങനെ ഫൈനലി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. പക്ഷേ ഈ അന്തരീക്ഷം കൂടെ വിചാരിക്കുന്നുണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തകിടം മറിയും, എല്ലാം കളി മാറും, പരിപാടി തീരും. അതെ, വണ്ടി ഓടിച്ചു നോക്കി അതിന്റെ ട്യൂൺ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. പക്ഷേ കോട്ടയത്തിലേക്ക് അത് നമുക്ക് എടുത്താലോ? കോട്ടയത്ത് ഒറിജിനൽ കോട്ടയത്തിന് എത്ര പറഞ്ഞേ? കോട്ടയത്ത് 7000, കോയമ്പത്തൂർ 7000. ഇവിടെ എത്രയാണ് പറഞ്ഞത്? ഇവിടെ 8000 രൂപ 9000 നഷ്ടമില്ല. പിന്നെ കയറ്റുന്ന പൈസ അത് എല്ലാം കൂടെ കൂട്ടാൻ നേരത്ത് ഇന്നും തുറക്കുമല്ലോ. എന്താ ചെയ്യുക ചേട്ടാ? ഒന്നും വേണ്ട, അവരുടെ ഫോട്ടോ അയച്ചു തരാം. ഫോട്ടോ അയച്ചു തരാൻ പറ. പിന്നെ എറണാകുളത്ത് നിന്ന് കോട്ടയത്തിന് വലിയ സമയം വേണ്ട, 1.5 മണിക്കൂർ 2 മണിക്കൂർ മതിയോ? ഓ, എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ ഈ പറഞ്ഞ സമയമൊന്നും വേണ്ട. ഫോട്ടോ വരാനാ? അല്ല, ഇത് എന്റെ ഫോട്ടോ എന്തെങ്കിലും കൺഫേം ചെയ്യാൻ എന്തെങ്കിലും സാധനം. നീ ഫോട്ടോ ചോദിച്ചില്ലായിരുന്നു? ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുമായിരുന്നു എന്നാ സാധനം. ഇത് റിട്ടേൺ ബൈ വൺ ഗെറ്റ് വൺ അല്ല, ബൈ ബാക്ക് ആണെങ്കിലോ? അതൊരു പ്രശ്നം. ഇത് ഇച്ചിരി ഓടി അല്ലേ? ഇത് നിങ്ങൾ ഊരിയെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ലേത്തി കൊണ്ട് നിങ്ങൾ ഊരി കഴിഞ്ഞാൽ എന്നാന്ന് അറിയാലോ നിങ്ങൾക്ക് എന്നാ ഊരിയെന്ന് എന്നാന്ന് അറിയാലോ. പിന്നെ പുള്ളിയുടെ പടയ്ക്കാവും പുള്ളി, അതുകൊണ്ട് അനങ്ങാത്ത ഗൈസ്. അതായത് ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പേരെന്നാണ്? കമൽ. പേര് കമൽ. നിന്റെ പേര്? രണ്ടുപേരും വെറൈറ്റി പേര് കേട്ടോ. പേരെന്നാ? ന്യൂ സബ്സ്ക്രൈബർ. 2 or 3 hour പുള്ളിയാണ് പരിചയപ്പെടുത്തി സബ്സ്ക്രൈബ് ആക്കിയത്. പേരെന്നാടാ? പേരെന്നാ? നിന്നെ ഞാൻ പരിചയപ്പെടുത്തിയല്ലേടാ? നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ? ആ, ചേട്ടനെ പരിചയപ്പെടുത്തിയതാ ഗൈസ്. അപ്പൊ ചേട്ടനെ പരിചയപ്പെടുത്തിയില്ലേ? ചേട്ടൻ വരുന്ന കിരൺ ഇവിടെ തന്നെയല്ലേ? പുള്ളി ഞങ്ങളുടെ ആളാണ്. പുള്ളിക്കാരനാ എന്നോട് വന്നു പറഞ്ഞു, ആ തൊട്ടടുത്ത് ബന്ധുവിടാ, നീ പോകുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് വന്നിടത്ത് എനിക്ക് സ്ഥലം മനസ്സിലായിരുന്നു, പക്ഷെ എവിടെയാ നിർത്തി അങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. എൻ്റെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബന്ധു വീട്ടിൽ കയറാതെ ഇപ്പം പോകാൻ പറ്റൂല കേട്ടോ. എല്ലാവരും വണങ്ങൂലേ? പോകുന്നതിനും വേണം എല്ലാവരും വീട്ടിൽ കയറി. അതാ പറഞ്ഞേ. അതായത് ഇപ്പോൾ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കയറിയിട്ട് വേണം പോകാൻ വേണ്ടി. എല്ലാം അടുത്തടുത്താണ്, ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാം. പക്ഷെ എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോകാൻ ഞങ്ങളുടെ വണ്ടിയില്ല. ഞങ്ങളുടെ വണ്ടി വലിയ വണ്ടി, അവിടെ വെട്ടിത്തെടുത്തൊന്നും കയറത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൊണ്ട് പോയിട്ട് തന്നെ ഒരു വിധത്തിലാണ് കയറിപ്പോയത് ഗൈസ്. അപ്പം അവിടെ ഫോൺ ഓഫ് ആയിക്കണം. ഗൈസ്, അപ്പം മനു സഹായിക്കണം. മാനേജറിന്റെ വണ്ടിയോ ആറേലും വണ്ടി വെച്ച് മനുവിനിപ്പോ എന്നെ ഇവിടുന്ന് കൊണ്ടായാലും മനുവിന്റെ കാര്യം നടക്കുള്ളൂ. പാച്ചനിപ്പോ പോയാലും ഓണത്തിന്റെ പരിപാടി നടക്കുള്ളൂ. ഇത് മൊത്തം പ്രശ്നമാണ് ഇവിടെ. അപ്പൊ ഓരോന്നോരോ ഈ പുള്ളിക്കാണ് വണ്ടി ഓടിച്ചെടുക്കിയാലും പുള്ളിയുടെ കാര്യം നടക്കുള്ളൂ. ഒരു വണ്ടി കാരണം ഈ പറക്കത്തളി പോലെ ഒരു വണ്ടി കാരണം എല്ലാരും കുടുങ്ങി നിൽക്കുക. പാച്ചനടക്കം. എന്നെ പറ്റിയ അവിടെ എത്തുന്നില്ല. നീക്കണേ, നോക്കണേ, കാലം എവിടെ നോക്കണേ. അങ്ങോട്ട് തള്ള ചേട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വണ്ടികളിലൊക്കെ പിന്നെ ഇത് മനുവിനെ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. പൈസ ഒന്നും മേടിക്കാൻ ചെയ്തു തരണേ. അല്ല, എന്റെ വണ്ടികൾക്കൊക്കെ ഇഞ്ചക്ടർ നമ്മളെ എന്റെ നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിയായിട്ട് പരിചയമില്ല. ഇവൻ 9ാം ക്ലാസ്സിൽ നിന്ന് കാണാൻ തുടങ്ങി. അതായത് എത്രാമത്തെ വയസ്സാടാ? ഇപ്പൊ 6 വർഷമായി. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരെ നമ്മുടെ വീഡിയോ കാണുന്ന വിചാരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുഞ്ഞു പിള്ളേർ കണ്ടു തുടങ്ങി ഇവർ കറക്റ്റ് എത്തിയത് ഒരു പൊസിഷനിലെത്തും. ആ സമയത്താണ് നമ്മൾ ഇവരുടെ കാര്യം ഇരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവർ നമ്മുടെ A to Z കാര്യങ്ങൾ ഇവർക്കറിയാം. അതായത് ഞങ്ങളുടെ വീഡിയോ കുഞ്ഞു പിള്ളേരെ ഏറ്റവും കൂടുതൽ കാണുന്നത് പറഞ്ഞാൽ അതായത് അന്ന് കുഞ്ഞു പിള്ളേരായിരുന്നു 6 വർഷം മുമ്പ്. ഇന്നിപ്പോൾ ഇവിടെ എത്തി. കണ്ടോ? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഞങ്ങളെക്കുറിച്ച്, എല്ലാം അവന്മാർക്ക് അറിയാം. അപ്പം എന്താ പറയാ, ഇപ്പൊ നീ എന്നാ പഠിക്കുന്നത്? +2. കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ വലിയ സ്ഥാനങ്ങളിൽ എത്തിയ ആൾക്കാരും ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചേട്ടനെ ഗൾഫിലായിരുന്നു, ഞങ്ങൾ എന്ത് തന്നെയാണ്. പുള്ളി ഗൾഫിലായിരുന്നു. ഇപ്പൊ എത്ര നാളായി വന്നിട്ട്? ഇപ്പൊ 1 വർഷമായി. എൻ്റെ പഴയ ടാറ്റ വെഞ്ചറുള്ള സമയത്ത് മുതൽ പുള്ളി എൻ്റെ വീഡിയോ കാണുന്നതാണ്. അതായത് ഇന്നലെ ഒന്നുമല്ല, 6 വർഷത്തോളമായി, 6-7 വർഷത്തോളമായി. 2019 കാലഘട്ടത്തിലാണ്. ഇന്നലെ എന്നെ കണ്ടു ഈ വിളിച്ച ഞാൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്, എടാ നിന്റെ ബന്ധി തൊട്ടടുത്തോണ്ട് നീ എന്നോട് കയറാവുന്നു. എനിക്ക് സത്യം പറഞ്ഞ സ്ഥലം മനസ്സിലായില്ല, അല്ല ഞാൻ കയറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ അതേ സമയത്ത് എൻ്റെ ശിഷ്യൻ അവിടെ മേളിൽ നിന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാ ശിഷ്യ
ചൂടാ വെള്ളം കറക്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല പരിപാടി പാളും. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം അമിത കേട്ടോ. ആ മഴ പെയ്താൽ പരിപാടി പാളി. അതും എസ്റ്റോസും കൂടെ അടിക്കാനുള്ളൂ. അതോടുകൂടി പരിപാടി എല്ലാം കഴിഞ്ഞു. എടാ വിടില്ലേ, ഞാനിവിടെ ചെറുതായിട്ട് തങ്ങിയിട്ടുള്ളേ. അടുത്തിട്ട് മുട്ട ആരാ മുട്ട? ആ ഇറക്കിയാ ഇറക്കണ എവിടെ പോവാ? എവിടെയാടാ നീ ഇവിടെ ഇല്ല, ഇതിന് ഓടിച്ചിട്ട് പിടി. ഇവിടുന്ന് പോകുന്നേ. അമ്മ ഫോട്ടോ എടുക്കാം കേട്ടോ. ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തടാ അമിത. എല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് എടുത്തു കൊടുത്ത്, നല്ല സെറ്റപ്പിൽ എടുത്തു കൊടുത്ത്. പടപടയെന്ന് ആയിക്കോട്ടെ. കിട്ടും കഴിഞ്ഞു പൊക്കി കിട്ടും. എടാ അത് അടയ്ക്കേണ്ട വരുമല്ലോടാ. അത് വിഷയമല്ല, അത് വിഷയമല്ല. ഇത് വീണ്ടും പൊക്കുക കേട്ടോ. സംഭവം ഏകദേശം കഴിഞ്ഞു. ഇനി ഫൈനൽ വട്ട പരിപാടികളേ ഉള്ളൂ. വേറെ പരിപാടി സംഭവങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു വൈകുന്നേരം ഒരു 7 മണി 8 മണിയാകുമ്പോൾ എടുക്കണം പോകണം. ആ അതിൻ്റെ രീതി വേണം പരിപാടി ചെയ്യാൻ വേണ്ടി. ഇനി എക്സ്ട്രാ പരിപാടി ഒന്നും പിടിച്ചേക്കല്ലേ, അത് മാത്രം മതി. പാച്ച എല്ലാം ആയില്ലേ? ഇനി ഇവർ സ്ക്രൂ ചെയ്യേണ്ട കേസല്ലേ ഉള്ളൂ പാച്ച. ലൈറ്റ് അതെ. എവിടെ വീട് എവിടെയാ? ഹരിപ്പാട്. ഹരിപ്പാട് എന്ന് പറയും. ഹരിപ്പാട് അറിയാം. ഇപ്പം എത്ര ദൂരമുണ്ട്? ഞാൻ മറ്റേ ഹാവൽസിൻ്റെ. ആ ഹാവൽസിൻ്റെ നമ്മൾ 2019 പോലുള്ള വീഡിയോ കാണുന്ന ചേട്ടൻ്റെ പേരെന്നാ? അഖിൽ. ഓ വേണ്ടായിരുന്നു ഇരിക്കട്ടെ. 2019 പോലുള്ള വീഡിയോസ് ഡെയിലി കാണുന്നതാണ്. സ്വന്തം ഭാര്യനെ സാക്ഷ്യപ്പെടുത്തി പെങ്ങള് സ്വന്തം പെങ്ങളെ തന്നെ സാക്ഷ്യപ്പെടുത്തി അധികമായ ഞങ്ങളുടെ കടുത്ത ആരാധകനാണ്. അതായത് ഞങ്ങളുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് മതി, വേറെ ഒന്നും വെക്കരുത് കേട്ടോ. നമ്മളങ്ങനെ ആയിരിക്കണം. ഹായ് ബേബി. അപ്പോഴേ ഞങ്ങളെ വണ്ടിയുടെ ഒരുപാട് സംഭവങ്ങൾ നടത്തിക്കൊണ്ട് അതിന്റെ പുറകെ ഓടി നടക്കാം. പോട്ടെ ഒരു സമയം ഇന്ന് വൈകുന്നേരം ഇവിടെ ഇറങ്ങണം. ഇന്ന് വൈകുന്നേരം തീർത്ത് പോകണം. വൈകുന്നേരം പോകണം. അതിനുള്ള സർക്കസിലാണ്. ഫൈനലി നമ്മുടെ വണ്ടിയുടെ സൈലൻസറിന്റെ പരിപാടി. ചേട്ടാ മൊത്തം വെൽഡ് ചെയ്യാനില്ലേ? എല്ലാം ഡോട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ? ആ കൈസ് അതായത് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാനുണ്ട്. അവൻ അതേ സമയത്ത് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഓരോന്നെല്ലാം കഴിഞ്ഞു. ഇനി ടൈറ്റിങ്ങും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നേരെ മേളിൽ വെച്ച് മുറുക്കേണ്ട കേസേ ഉള്ളൂ. അതിപ്പം തന്നെ എഴുതോളൂല്ലേ? ഇനി അതന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് അവിടുന്ന് ഒരു ബെൻഡാക്കാം. അല്ല കട്ട് ചെയ്ത് അവിടെ നിന്ന് മേലോട്ട് വിട്ടാ പോരെ വാച്ചാ? അവിടുന്ന് എവിടുന്ന്? അവിടുന്ന് മേലോട്ട് വന്നാൽ മതി. ആ അപ്പുറത്തെയോ? അമിത അതെ കറക്റ്റാ. അപ്പുറത്തെയോ? അത് തന്നെ, 2 മേളിലായിട്ട് പൊങ്ങി നിന്നാൽ മതി. അപ്പുറത്തെ എങ്ങനെ മേലോട്ടാക്കുക? ആ ഇങ്ങനെ നിൽക്കണം പാച്ച. അവിടെ പൊങ്ങണം. അവിടെ പൊങ്ങിയാൽ മതി. എടാ അവിടെ പൊങ്ങിയാ പോരാടാ. നോക്കി നീ കണ്ടില്ലല്ലോ. ആ അത് പൊങ്ങുമ്പോൾ പൊങ്ങി നിൽക്കും ഇല്ലേ പാച്ച? അവിടുന്ന് കട്ട് ചെയ്ത് പൊക്കിയൊക്കെ മേളിൽ പൊങ്ങി നിൽക്കില്ലേ പാച്ച? നിൽക്കും. അത് അപ്പൊ അവിടെ ഒരു തൂണും കിട്ടും. അപ്പുറം അതേപോലെ തന്നെ ചെയ്താൽ മതി പാച്ച. അപ്പോൾ അവിടെ പിടിക്കാൻ തൂണ് പോയി. ഇനി ക്ലാമ്പ് അടിക്കാണ്ട് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളത്. പൊക്കെ ഇച്ചിരി കൂടി എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനാ പാച്ചൻ വെക്കൂല. എന്നാലും അതിനുമ്പോ കാണിച്ചു തരൂല എങ്ങനെയാന്നുള്ളത്. നമ്മുടെ അടുത്ത് ഫ്രണ്ട് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ദോസ്തുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് വേറൊരു സാധനമുണ്ട്, നൻപൻ. അവനെ നമ്പി ഞാൻ മുഞ്ചി. എല്ലാരും ഉണ്ട്. മനോഹരൻ എന്താ ഒരു ടെൻഷൻ? മനോഹരന് പണിയുടെ പരിപാടി തീർക്കണം. വണ്ടി ഓടിച്ചു നോക്കണം. ആ മറ്റേ പുള്ളി വരുമോ? സെറ്റിംഗ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ? വൈകിട്ടത്തേക്ക് മുന്നേ നമുക്ക് ഓടിച്ചു നോക്കണം. അതുകൊണ്ട് ഞാൻ ലൈറ്റുകൾ ഓരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ട് 3 6 ഇനിയും 3 കൂടെ വന്നു കഴിഞ്ഞാൽ 9 ആവും. ഇനിയും 3 കൂടെ വന്നു കഴിഞ്ഞാൽ 12 ആവും. പക്ഷെ അവിടെ ഒരു കേസ് ഉണ്ട്. അവിടെ റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്നത് നോക്കണം. അത് പൊക്കാൻ പറ്റുമോ? മുന്നേ ഒന്നും കൂടെ കയറി പൊക്കി നോക്കിയാൽ റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്നത് എപ്പോഴും റേഡിയേറ്റർ നമുക്ക് ആവശ്യമുള്ള. ഇത് ഇത്ര ഗൈസ് നമ്മുടെ ഈ നേരത്തെ ഈ പൈപ്പിൻ്റെ പൊസിഷൻ മാറ്റും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഓൾറെഡി നമ്മളോട് ചോദിച്ചിട്ട് തന്നെ ഇത് ചെയ്തു. പക്ഷെ അപ്പം നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. അതായത് സംഭവിച്ചിട്ട് പുറത്തോട്ട് രണ്ടും തൊട്ട് നമ്മൾ അയച്ചു പറയുന്ന ദിവസം കൂടെ പെർഫെക്ഷൻ വരും. അങ്ങനെ നമ്മൾ പെർഫെക്ഷൻ വരാൻ വേണ്ടിയാണ് ഇത് ചെയ്താക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഇങ്ങനെയാട്ടോ. നേരത്തെ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, ഇപ്പം നമ്മളത് ഇങ്ങനെയാക്കി.
പാച്ചാ കരയല്ലേ വശത്തോട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ. പാച്ചന് ഓണക്കോടി എടുക്കാനായി നിൽക്കുന്നത്. പാച്ചന് ഓണക്കോടി എടുക്കണം. ആ പണി പക്ഷേ ഇന്ന് പെട്ടെന്ന് തീർന്നു കേട്ടോ. അല്ലേ പാച്ചാ? ഇന്ന് നേരത്തെ പണി ഒതുങ്ങിയല്ലേ പാച്ചാ? എന്നാ വേണം നിങ്ങളുടെ ശിഷ്യം നോക്കി കഴിഞ്ഞാൽ ടേപ്പ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനും കൂടെ കൊടുത്തിപ്പോ കിട്ടിയോ? പേരെന്നാ? എന്ത് ചെയ്യാ? കൊണ്ടുപോയില്ല. ചേട്ടൻ്റെ പേരെന്നാ? ചേട്ടൻ്റെ കണ്ണൻ. ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ ഒരു മിനിറ്റ് വണ്ടിയുടെ ഒന്ന് നോക്കട്ടെ. വണ്ടി തീരുമാനിച്ചോ? അതും തീരുമാനിച്ചോ? റെഡിയല്ലേ? രണ്ട് സൈഡും അത് അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാട്ടോ. അതും ഇതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പരിപാടി ഏകദേശം ഓക്കെ ആയി. ഞങ്ങൾ പരമാവധി 100 കേട്ടോ. പിന്നെ ഇച്ചിരി കൂടി ഉള്ളൂ. അത് മതിടാ. പിന്നെ വലിയ ഇത് നിൽക്കണ്ട, അതിൻ്റെ ഉള്ളു ബെൻഡാവും. മതിടാ, മതിടാ. ലൈലാൻഡ് മാത്രമേ ഇപ്പോൾ ചെളുക്കുള്ളൂ, വേറെ എല്ലാം ഒഴുകും. അത് നമുക്ക് പ്രേ അടിക്കാം. സുഡാ അടെ ഇതിൻ്റെ പിന്നെ ലോക്കും നെറ്റ് അതാണ് ഓർക്കണം. അതൊരു കേസ്. നീ ആ ഡോറ് തുറക്കുമോ? എൻ്റെ കൈ കൊണ്ട് താങ്ങൂല, മുന്നോട്ട് പോകട്ടോ. അവത്തേക്ക് വന്നേ. ഇതൊന്ന് ഉള്ളിലോട്ട് എടുത്ത് വെച്ചാൽ മതി. എത്ര സാധനം വേണ്ട? ആ താക്കോലും എടുത്ത്. അല്ല താക്കോൽ നമ്മുടെ ബോക്സിൽ കയറ്റി വെക്കാം. മോനായും എടുത്തരാ. ഇതാ ബോക്സിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ? ഇവിടെ സേഫ് സോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ പരിപാടിക്ക്? നല്ലത് അവിടെ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഇതിൻ്റെ അകത്തും കയറ്റി വെച്ചാൽ പോരെ? അതിൻ്റെ അകത്ത് തന്നെ ചെയ്താൽ മതി. അവനെന്തിയാ താക്കോൽ കിട്ടിയാടാ? അവൻ്റെ താക്കോൽ കിട്ടിയാ? ഇതിൻ്റെ അകത്തും എടുത്ത് വെച്ചാൽ പോരെ? എന്നാടാ ഇതങ്ങോട്ട് ഇതാക്കിയാൽ പോരെ? പണി കഴിഞ്ഞു കേട്ടോ നമ്മുടെ. നമുക്കിപ്പം പോവാം. നമുക്കിപ്പം പോവാം. കഴിഞ്ഞോ? ഏകദേശം തീർന്നു. ഇത് കഴിക്കാൻ പണി കഴിഞ്ഞു. പെണ്ടുപോയി. എടാ കോട്ടയത്തെ സാധനത്തിൽ ഇതെങ്ങനെ വിളിക്കാം? ഫോട്ടോ അത് പറ്റിക്ക് അതുപോലെ എടുക്കായിരുന്നു. കോട്ടയാണ് ഏറ്റവും ലാഭം. അല്ല ഇന്നിവിടെ നിന്നിട്ട് നാളെ നോക്കണ്ടേ? എൻ്റെ അഭിപ്രായം ഇതാ നല്ലത്. ഇനി ഇവിടെ നിന്നിട്ട് നാളെ അത് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. അത് എങ്ങനത്തെയാ? നമ്മൾ വിചാരിച്ചല്ലോ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴപ്പം തിരിച്ചു വരണം. അങ്ങോട്ട് തിരിച്ചു വരണം. ഇവിടുന്ന് അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്നേക്കാളും ഭേദമല്ലേ? രാവിലെ നമുക്ക് അതും നോക്കി അങ്ങ് പോവാം. വണ്ടി കൊണ്ടുപോയിട്ട് നോക്കുക, പറ്റുമെങ്കിൽ അത് കയറ്റുക. അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ആ സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ കഴിഞ്ഞാൽ അത് തിരിച്ചും കൊടുക്കാം. അല്ലേ? അതാ നല്ല. അങ്ങനെ ചെയ്യാം. പക്ഷെ അത് തന്നെയാണോ? തന്നെയാണെന്നാ മറ്റേ ചേട്ടയെ പറഞ്ഞേ. ഒന്നുകൂടി വിളിക്കണോ? ഒന്ന് ഉറപ്പെടുത്തിക്ക്. അവർ വിളിച്ച് നമ്മുടെ സാധനം അങ്ങനെ വെച്ച് നോക്കുവാണ്. ഏകദേശം നമ്മളിങ്ങനെ ഉദ്ദേശിച്ച കേട്ടോ. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെ സംഭവമായി. 12 കിട്ടാനുള്ള സെറ്റപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 12 കിട്ടണം മേളിലേക്ക്. 12 കിട്ടിയ കാര്യമുള്ളൂ. നമ്മൾ ചെരിച്ച് ആദ്യം വെച്ചാൽ അത് സക്സസ് ആവില്ല കേട്ടോ. ഇതാകുമ്പോൾ വിഷയമില്ല. അങ്ങനെ അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ കിട്ടും. മനസ്സിലായോ? അവിടുന്ന് പൊക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. അവിടെ എങ്ങനെ പൊക്കും? അങ്ങനെ എനിക്കറിയത്തില്ല. ഇവിടുന്ന് ചെറിയ പീസ് അടിച്ചതിന് രക്ഷയുള്ളൂ. ഇല്ല, ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. കണ്ട പൊക്കി, അവിടെ പൊക്കി, അവിടെ ചെരിച്ച് പൊക്കി, അവിടെയും പൊങ്ങി, സാധനം പൊങ്ങി. അപ്പുറം അതേപോലെ തന്നെ 12 കിട്ടും കേട്ടാ. ഇപ്പോൾ ഏകദേശമായി കാണും. ഇപ്പോൾ ഏകദേശമായി കാണും. ഇനി അവിടെയും കൂടെ അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. പരിപാടി കഴിഞ്ഞു. ഇനി മേളിലെ ലൈറ്റും കൂടെ ഒന്ന് കഴിഞ്ഞതാ. പണി കഴിഞ്ഞു. ലിമിനെ തല നോക്കണേ. എനിക്ക് രാവിലെ കിട്ടിയതാ. എടുത്ത് എൻ്റെ 97. ഗൈസ് ഇവനാണ് ഇന്നലെ ചേതക്കാരെ പറഞ്ഞോട്ടെ. ഇവന് ചേതൊക്കെ ഉണ്ടായിരുന്നു, ഇവന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അപ്പോൾ ഇവർ പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതാണ്. എത്ര പേരുണ്ട്? കുറേ പേര് തിരിഞ്ഞൊക്കെ എന്നെ മോഹൻലാൽ അല്ല, കുറേ പേര് ഷൈനി കേട്ടോ. എന്നാലും നമ്മുടെ ആൾക്കാരെല്ലാം മുന്നോട്ട് കയറി പാവന അങ്ങനെ പറയല്ലേ. പേരെന്നാ? അൻസിൽ. എവിടെയാ? ഇവരെല്ലാം അടുത്തടുത്ത് തന്നെയാ? നിങ്ങളോ? നിങ്ങൾ വന്നു? നീ വന്നില്ലല്ലോ. നിന്റെ പേരെന്നാ? റെജിൽ. നിന്റെ പേരോ? നിന്റെ പേര്? മേൽബിൻ. നീ എന്ന് വന്നായിരുന്നോ? നിങ്ങൾ വന്നായിരുന്നു. നീ വന്നില്ലല്ലോ. ലിപിൻ. നിന്റെ പേരോ? നെവിൻ. നിന്റെ പേരോ? നിങ്ങളെല്ലാം ഒരു പള്ളിയില്ല? പള്ളി കഴിഞ്ഞപ്പോൾ ഒരു ഡയറക്റ്റ് ഓടി വന്നിട്ട്. അതേ സമയത്ത് മനു ഇവിടെ എക്സ്ട്രോസ്റ്റ് വെക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്കാട്ടെ കഴിഞ്ഞു. ഇതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഇതാ ഏകദേശം സെറ്റപ്പായിട്ട് സംഭവം ഫിക്സ് ചെയ്തു കേട്ടോ. അവിടെ സംഭവം അങ്ങനെയാണ് ഫിക്സ് ചെയ്താക്കുന്നത്.
അവിടെ എല്ലാ സാധനങ്ങളുണ്ടല്ലോ, എല്ലാം ക്ലാമ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇങ്ങനെ ഈ സാധനം ഒടിക്കുന്ന സാധനം, ആ സാധനം കൂട്ടി എടുത്തു വെച്ചാൽ രക്ഷ കിട്ടും. അതെ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കണ്ടോ ഓരോന്നോരോന്നായിട്ട് അടിക്കുന്നത്. ഇതേ എല്ലാ സ്ഥലത്തും ഇതേപോലെ അടിച്ചടിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഇന്നുകൊണ്ട് തീർക്കും പരിപാടി. ഇനി എല്ലാം സ്പോട്ട് ചെയ്ത് എല്ലാം ഫുൾ പാച്ച് ചെയ്ത് അതിൻ്റെയൊക്കെ അടിയിൽ എന്തെങ്കിലും പീസ് വെച്ച് വേണ്ട പാച്ച വെൽഡ് ചെയ്യാൻ അല്ലേ? ഇതും മതി, വേറെ ഒന്നും വേണ്ട. ഇതും ഐസ് പാച്ചിനെ എല്ലാ സ്ഥലത്തോട്ടും കൊളുത്തിടുക കേട്ടോ. കൊളുത്തിട്ട് എല്ലാം സെറ്റപ്പ് ആയിക്കൊണ്ട് പിന്നെ എല്ലാം കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് മേളിൽ പോട്ടെ, കാര്യങ്ങളൊന്ന് പഠിക്കട്ടെ. എൻ്റെ കഴിയുന്ന ഇപ്പം കിട്ടിയാണ്. എൻ്റെ അമ്മോ, ഞാൻ പാച്ചൻ്റെ കൂട്ടത്തിൽ കയറട്ടെ കേട്ടോ. ക്ലാമ്പ് ഒന്ന് അവിടെ കൊടുത്തു, ഒന്നവിടെ കൊടുക്കാം. ഒന്ന് ഇവിടെ കൊടുത്തു. ഇത് അടുത്ത ചേതക്ക്. അല്ല നിന്റെ കൂട്ടുകാരനാണോടാ? അറിയാന്നാണോ? ആ, എത്രയാ അവിടെ ഇതൊക്കെ പണിന്ന് ഇറങ്ങി വരുമ്പോ? അതിനാ ഏത് പെയിന്റ് അടിക്കുന്നത്? അല്ല, ഏത് കമ്പനിയുടെ പെയിന്റ് അടിക്കുന്നത്? ഗ്ലാസ് ഒട്ടൊന്നുമല്ലോ. ഈ ക്യാപ്സിക്ക് 10 രൂപ വരുമോ? ട്രാവൽ അടിക്കാൻ 40 രൂപ മതിയല്ലോ. ഇത് വേറെ രീതിയിലാണ് അടിക്കുന്നത്. എൻ്റെ വണ്ടി നിർത്തി ചാടി ഇറങ്ങിയോ? ആരായിരുന്നു? ഞാനേ ഇതിൻ്റെ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇതിനിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇതുണ്ട്, ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് വരും. ഇതാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു സെറ്റപ്പ് വരും. അതിന് മേളിൽ നിന്ന് ഒരു ക്ലാമ്പ് ഉണ്ടേ. ക്ലാമ്പ് തികയോ മനു? ക്ലാമ്പ് ഇന്നലെ മനു ഉണ്ട്, നീ പണി തീർത്താല്. മനുച്ചേട്ടാ, എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇതിട്ടില്ല, അതിൻ്റെ മേളിൽ നിന്ന് ഒരു ക്ലാമ്പ് ഇടണ്ടേ? അല്ല അല്ല നിൽക്കൂലല്ലോ. ഇനി എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കൂടെ കയറി വരാൻ നല്ല അഭിപ്രായം പറഞ്ഞുതരാം. വേണമെന്നില്ല, അതൊന്നും വേണല്ലോ. എങ്ങനെയാണോ ഇരിക്കാൻ? ചൂടാണോടാ? പൊള്ളുവാണോ? പടുതല്ലേ? പടുത പൊള്ളുന്നുണ്ട് സത്യം കേട്ടോ. എന്നെ ചെയ്യേണ്ടതെന്നറിയാമേ, ഈ പടുത വെള്ളം തന്നെ എത്തില്ല. ഈ പടുത ഉള്ളി കയറും, വെള്ളം കെട്ടി നിൽക്കും അത്. അതെ, ഞാനൊരു കേസ് പറയട്ടെ. ഇവിടെ നിന്ന് കയറ് കെട്ടി വലിച്ച് ഇവിടെ ഇങ്ങനെ ലോക്കാക്കി വെക്കാം കേട്ടോ. ഇങ്ങോട്ട് പടുത്ത വരാത്ത രീതിയിൽ ഉള്ളി കെട്ടണം. നല്ല കാര്യമുള്ളൂ. അങ്ങനെ കെട്ടിയിട്ടും കാര്യമില്ല. ഇങ്ങനെ ചൂടിക്കയറ് വലിച്ച് വെള്ളം വേണം നിങ്ങൾക്ക് കുടിക്കാൻ. മനുച്ചേട്ടൻ എന്നാ വേണ്ടേ? മറിക്ക്. ഒരു ചേതക്ക് വന്നിട്ടുണ്ട്. ആ ചേതക്കിൻ്റെ പുറകെ പോട്ടെ. ഒരു കിട്ടിയില്ല ചേതക്ക്. എന്തിയേ? അത് ഇങ്ങോട്ട് വന്നല്ലേ? ഇങ്ങോട്ട് വന്നാ എന്തിയെ? ചേതക്കിൻ്റെ ആളെന്തിയേ? ചേതക്കിൻ്റെ ആളാരാ? കിട്ടിയില്ല ചേതക്ക്. ആഹാ, KR വയ്യാടാ. പ്രിയ. അടി ഇത് ഒറിജിനൽ പ്രിയ ആണോ? നീ പ്രിയാന്ന് ഒട്ടിച്ചാ? ഇന്നലെ പണിതിറങ്ങിയതേ ഉള്ളൂ. ഏതാ വർഷം? 84. എൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തടാ, സൗണ്ട് കേൾക്കാൻ വേണ്ടി. ഇതാണ് സ്റ്റാർട്ടിങ് പെഡൽ. ഇവിടെ നമ്മുടെ ഇതിന് ഇതൊന്നും ഇല്ലല്ലോ. അത് നമ്മുടെ ഇതായിട്ട് തന്നെയാണ് വ്യത്യാസം. ഇതോ? ഇതെല്ലാം പ്രിയയുടെ ഹാൻഡിൽ വരുന്നത്. ഇത് മുംബൈയിൽ നിന്ന് കിട്ടുമോ? ഇതിപ്പോൾ ഇവിടെ കിട്ടും, 10 കിട്ടും. നമ്മുടെ കൂട്ടുകാരൻ മണിയാണ്. എനിക്ക് അത് കൂടെ ഒരു സാധനം ഒപ്പിച്ചു തരും. ഇതല്ല നമ്മുടെ മറ്റേതാടാ, മറ്റേ. ആണോ? നീ മൊത്തം എത്ര മുടക്കിനെ? അത് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഊഹം പറ. 80 രൂപ മുടക്കല്ലേ? ഇത് ഹോണാണോടാ? അടിച്ചേ പഴയ വിൻറ്റേജ്. അത് ന്യൂട്രലല്ലേ ഇപ്പം? അത് ഞാൻ ഓടിക്കുന്നില്ല. വേണ്ട, ഹെൽമെറ്റ് ഇല്ല. നിന്റെ ഹെൽമെറ്റ് ഉണ്ടോ? ഒരു ചട്ടി ഹെൽമെറ്റ് തന്നെ. പുതിയ വണ്ടിയാണ്, പണിത് ഇറങ്ങിയതല്ല. 80 രൂപ കൊടുക്കേണ്ടി വരുമോ? ആണോ? ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഇതും കൊണ്ട് പത്താങ്കോട്ട്. എടാ, ഫസ്റ്റ് വെറുതെ ഇങ്ങനെ പിടിക്കുന്നു, കിട്ടും. അതിനാ ഇങ്ങനെയാണ് കേരളം വേണ്ടല്ലേ? നമ്മുടെ വണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടി ഇതേപോലെ ആക്കി ആ ഫ്രണ്ടിത്തെ സാധനം എടുത്തു കളഞ്ഞാൽ മതി. സെറ്റ് ചെയ്താൽ നല്ല സ്മൂത്താ. രസമുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? ഭയങ്കര സ്മൂത്താട്ടോ വണ്ടിയല്ലേ?
ഭയങ്കര സ്മൂത്ത്. ഭയങ്കര സ്മൂത്ത് കേട്ടോ. അതെങ്ങനെയാ ബ്രേക്ക് ഇങ്ങനെ കടിക്കാത്ത രീതിയിലാക്കിയ? എന്നെ സസ്പെൻഷൻ ഒക്കെ നല്ല പഴം പോലത്തെ സസ്പെൻഷൻ. 70 രൂപ ചിലവാ അല്ലേ? ആണല്ലേ? ഓ ഇത്ര ഇതില്ലടാ എൻ്റെ അതിന്, ഇത്ര സ്മൂത്ത്നെസ് ഇല്ല. ഇതെന്നെ കൈ എടുക്കുന്നത് നല്ല കിടിലൻ. അപ്പൊ ഇത് വലിയ മടുപ്പൊന്നും ഉണ്ടാവില്ലോ. മാവേലിക്കരയെന്നോ? എത്ര കിലോമീറ്ററാ? അടി ഇത്ര സ്മൂത്ത് ഉണ്ടോ നിന്റെ വണ്ടി? ഇത്ര സ്മൂത്ത് ഉണ്ടോ? ഉണ്ടായിരുന്നോ? എന്നാ രസം നോക്കിയേ. എന്നാടാ ഇതല്ലേ കിട്ടിയ വണ്ടി കേട്ടോടാ. കാണാനും രസമുണ്ട്. കാണാനും രസമുണ്ട്, പെയിന്റിങ്ങിനും ക്വാളിറ്റി ഉണ്ട്. എന്നാ ഹെൽമെറ്റ് നിങ്ങൾ തന്നെയാണോ? ചേട്ടനാണോ എന്നെ വിളിച്ചേ? അപ്പോൾ വേറെ ആരും എന്നെ വിളിച്ചായിരുന്നു. പേരെന്നാ? പേരെന്നാടാ? വീഡിയോ എവിടെയാ? എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? എൻ്റെ അമ്മ 50 കിലോമീറ്റർ വൺ സൈഡ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. പേരെന്നാ? കഴിഞ്ഞ ദിവസം വന്നായിരുന്നോ? ഇല്ല, ഫസ്റ്റ് ടൈമാ. പേരെന്നാ? വീട് എവിടെയാ? സുജിത്ത്. എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാം. കൈസ് അങ്ങനെ കുറേ പേരെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവൻ്റെ വണ്ടി ഓടിക്കാൻ. നീ ഒന്ന് ഓടിച്ചു നോക്കടാ. കളറല്ല, ഇതിന്റെ ക്ലച്ച് വിടാൻ നേരത്ത് ഭയങ്കര സ്മൂത്ത്. ഓടിച്ചു നോക്കടാ. പക്ഷെ എൻ്റെ അത്ര ഇതില്ല കേട്ടോ. നീ ഒന്ന് ഓടിച്ചു നോക്കടാ. നിനക്കറിയാലോ, നീ കുറെ ഓടിച്ചിട്ടുള്ളല്ലേ. നീ ഓടിച്ചു നോക്കിയാൽ ഭയങ്കര രസം കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരനെ ഇതെങ്ങനെ അടുത്ത് തുറക്കാം അല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ, കുഴപ്പം ക്ലബിലുള്ളതല്ലേ, പ്രശ്നമില്ല. ഇത് കൊള്ളാടെ വണ്ടി. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നമുക്ക് വെള്ളം അടിക്കാൻ കേട്ടോടാ ആ സാധനത്തിന്. ചേട്ടൻ പറഞ്ഞ മേടിക്കാൻ കിട്ടൂലോ. ഒരു മിനിറ്റ്, ഇതേപോലെ ആക്കി എടുക്കാം. നമ്മുടെ അവിടുത്തെ ഇതെടുത്ത് കളഞ്ഞാൽ മതി. ഇതേപോലെ ആക്കാന്ന്. നീ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണ്ട. ഞാൻ എനിക്ക് സാധനങ്ങളോടെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. എവിടെ ഇന്നൊരാൾ കണ്ടു ജിമിനിന്ന് നമ്മുടെ നമ്പർ എടുത്തു. ജിമിനി വരെ നമ്മുടെ നമ്പർ കൊടുക്കാൻ തുടങ്ങി. ചാറ്റ് GTP ജിമിനി ചോദിച്ച നമ്പർ കിട്ടും. ഒരു പുള്ളിക്കാരൻ രാവിലെ വന്ന അങ്ങനെയാണ്. കിട്ടുമോ? സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ നിന്നാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? നിന്നിട്ടല്ലേ? നീ സെക്കൻഡിൽ ഇട്ടോ? ഇല്ലേ നോക്കിയാ, നീ ക്ലച്ച് എടുക്കാൻ നോക്കിയേ, ഭയങ്കര സ്മൂത്താ. ഇല്ലേ? എന്നെ അങ്ങോട്ട് കൈ എടുക്കുക, എടുത്ത് ചാടും. ഞാൻ ആദ്യം തന്നെ മനസ്സ് മടുത്തു. ഞാൻ പിന്നെ പക്ഷെ എന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോ പേപ്പർ തീർന്നു. നീ എടുക്കണം, റീടെസ്റ്റ് എടുക്കണം. കിട്ടും. എന്റെ ഈ ഫ്രണ്ട് മാറ്റണം. ഈ ഫ്രണ്ട് ഈ സൈഡിലെ സാധനം മാറ്റണം. അതെ, എവിടെയാണോ പാർട്സ് ഇടുന്നത്? ബോംബെയിലോ? ഞാൻ കറക്റ്റ് സമയത്ത് മിച്ചിലിനാണ് ഇട്ടേ. എത്രയായിരിക്കും ഏകദേശം? മിച്ചിലിന് എത്രയാ? മിച്ചിലിനപ്പോൾ 2000 രൂപ വരും അല്ലേ? മിച്ചിലാകുമ്പോൾ നൈലോണ് 2000 രൂപ. മിച്ചിലും മേടിക്കാം നമുക്കും. എനിക്ക് 2.5 മേടിക്കണം. എത്ര? 400 വ്യത്യാസമുള്ളൂ. മിച്ചിലിനല്ലേ? മിച്ചിലിനാകുമ്പം ഇത് മൈലേജ് കൂടുതൽ. ഈ വലിയ വണ്ടിയുടെ ടയർ വാങ്ങി ഇത് കുഴപ്പമില്ല. ഇതിന് 47,000 രൂപയുടെ പുതിയ ഒരെണ്ണത്തിന്. ശിവന് നീ ബ്രേക്ക് ഉണ്ടോ? ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടോ? കടിക്കുന്നില്ല, എന്റെ ചാടി കടിക്കും. ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച സാധനം പൊട്ടിപ്പോയി. അവസാനം അവിടുത്തെ വിഷപ്പിന് ചേട്ടന്മാർ പിടിച്ചെടുത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ ആണല്ലേ? ഗൈസ്, ഒരു വെറൈറ്റി പപ്സ്. ഇതിന് 2 കവർ, 2 വ്യത്യാസമുണ്ട്. ഏതാ ചിക്കൻ? ഏതാ നല്ലത്? നീ കാണിച്ച ഇത് എന്നാടാ? നിന്റെ കൈ വരെ തൂങ്ങിപ്പോയില്ല ചെയിൻ. എന്നാ വല്ല ചെയിനാ? ഈ ഒരു ചെയിൻ തന്നെ എന്റെ ബാധ്യത മൊത്തം തീരും. ഇതെന്നെ മുട്ട പപ്സാ? ഇത് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇതിനെ പ്രത്യേകത
കഴിക്കൂ, ഞാൻ മൊത്തം കഴിക്കൂല. എന്നാ മനു ഒന്ന് കഴിക്കൂ. അവിടെ മനു മനു വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. വെറുതെ എടാ നിൽക്കണ്ടല്ലോ അമിത. ഇതെന്നാ ചിക്കൻ ഇതെന്നെ ലവോ? ചേട്ടൻ അവർക്കും അവർക്കും കൊടുത്തു. അവർക്കും കൊടുക്കും. ഞാൻ ചെറിയ നീ ചെറിയ കടി അടിച്ചോ. കൊള്ളാം കേട്ടോ, നല്ല രസാ, നല്ല പപ്സ്. വണ്ടിയില്ലായിരുന്നേ, അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വണ്ടി എടുത്ത് നേരെ ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്. പുള്ളി തന്നെയാണ് ഓടിക്കുന്നത്. ഇത് CRD ചെയ്യാം. ചേട്ടാ ഇത് എത്ര മോഡലാ? 2008. നമ്മളെ കാണാൻ വേണ്ടി പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവരായിരുന്നോ? നിങ്ങൾ ഒരുമിച്ച് വന്നല്ലേ? പേരെന്നാടാ? നിങ്ങൾ നേരത്തെ വന്നു. ഓ എല്ലാരും നേരത്തെക്കാരാ? ഇവരെല്ലാം നേരത്തെക്കാരാ? ഇവരെ പരിചയപ്പെടുത്തിയില്ല നമ്മളെ. പുള്ളിനെ പരിചയപ്പെടുത്തി. ഇവര് പുതിയ ആൾക്കാർ. ചേട്ടൻ്റെ പേരെന്നാ? വീട് എവിടെയാ? കോഴഞ്ചേരി. വീട് എവിടെയാ? നിന്റെ പേരെന്നാ? വീട് എവിടെയാ? പായിപ്പാട് പേരാണ്. നിങ്ങളിപ്പോ വന്നല്ലേടാ? അല്ല, എല്ലാരും ഇപ്പൊ വന്ന ആരും ഇല്ല, പുതിയ ആൾക്കാർ ആരും ഇല്ല, രണ്ടുപേര്. ചേട്ടൻ്റെ വീട് എവിടെയാ? ഇത് എന്ത് പേരെന്നാടാ? വീട് എവിടെയാ? നിന്റെയോ? വീട് എവിടെയാ? പുതിയ വന്നല്ലേ? നിന്റെ പേരോ? ഞാൻ ഒന്ന് പാചകം മൂപ്പിക്കട്ടെ. അല്ല പരിപാടി ഇന്ന് തീർക്കണം, ഇന്ന് കട്ടൻ റൈസ് ചെയ്യണ്ട. പാച്ച റെസ്റ്റിന് പോയോ മനുവോ? ഉണ്ടാവും. എടാ നിന്റെ സ്റ്റോറിയൊക്കെ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. നീ മെൻഷൻ ചെയ്തൊക്കെ. അനീറ്റാരൊക്കെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ പോയതാ. പോയിട്ട് വരുന്ന വഴിക്ക് തിരിച്ച് പിന്നെ എവിടെ? എറണാകുളത്താ? എന്നിട്ട് പോയി വരുന്ന? കോട്ടയം വഴി കറങ്ങി തിരിച്ചു വിടാം. അപ്പൊ എന്നാ വീണ്ടും പറഞ്ഞു? വീണ്ടും പറഞ്ഞു നീ വരുമ്പോ ഞാൻ കേന്ദ്രം കൊണ്ടുപോകണ്ടേടാ, വെറുതെ പറഞ്ഞേട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊടുക്കും. ഇനിയിപ്പം എസ്റ്റോസും ഈ എസ്റ്റോസും മേലുള്ള സംഭവം പഠിപ്പിക്കാനുള്ളൂ, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം ഒതുങ്ങി അല്ലേടാ? ഒതുങ്ങി. അവരെന്ത്? ചേട്ടൻ്റെ പേരെന്നാ? ഗോപാലകൃഷ്ണൻ. ചേട്ടൻ ഞങ്ങളുടെ വീഡിയോ കാണും സ്ഥിരം. ഒരു താരാട്ട് പാട്ട് പോലെയാണ് എന്റെ വീഡിയോ. ചേട്ടൻ എന്ത് ചെയ്യാ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? എന്തിന്റെ വർഷപ്പാ ഏട്ടാ? അലുമിനിയം ഫാബ്രിക്കേഷൻ നിങ്ങളെ കാണണമെന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് എടുത്തു വെച്ചാ. ഇത് നോക്കടാ, പഴയ എസ് ഇങ്ങനെയായിരുന്നു. എടാ അവിടെ നിക്കണം, നിന്നെ പീഡിപ്പിക്കാനൊന്നുമല്ലോ. ചേട്ടാ പരിചയപ്പെടുത്താനല്ലേടാ ഫോൺ കണ്ടാ? ചില പിള്ളേർ ഷൈനി, അവൻ സ്ഥിരം വീഡിയോ കാണുന്നവനാ. ഷൈന് വീഡിയോ വരാൻ താല്പര്യമില്ല. പാച്ചനൊന്ന് വന്നു തുടങ്ങിയ പേരെന്നാ? പേരെന്നാ? അഖിൽ കാർത്തിക്. പേരെന്നാ? ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് എന്തിനു പോയതാ? കോയമ്പത്തൂർ പോയിട്ട്. ലിപ്പ് കയറ്റിയില്ല, അതോട് കയറ്റിയാ? കോയമ്പത്തൂർ എത്ര പൈസ അതിന്? ഏതാണ് വണ്ടി? ലിപ്പ് കയറ്റി. എല്ലാ സാധനവും കോയമ്പത്തൂർ എത്താൻ അല്ലാന്ന് ഞാൻ പറയൂല. നിനക്ക് തൃപ്തി തോന്നിയോ? പൈസ കുറവുണ്ടോ? പക്ഷെ ഫിറ്റിങ് ക്വാളിറ്റി പോവാ. ഇന്നത്തേക്കുള്ളായി. എങ്ങോട്ടാ? ഞങ്ങളെ പാച്ചനെ പിടിച്ച് എങ്ങനെയും ഇന്ന് ഇറങ്ങണം. പാച്ചാ ശരിയാട്ടെ. നമ്മുടെ സാധനങ്ങൾ അങ്ങനെ ഒന്നേന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങുവാണ്. അതായത് ഇത്ര നേരം വരെ അപ്പുറമാണ് ചെയ്തിരുന്നെങ്കിൽ, അതായത് എല്ലാം സ്പോട്ട് എടുത്ത് വെച്ചോണ്ടായിരുന്നെങ്കിൽ ഇപ്പം പാച്ചൻ അങ്ങനെ ഫൈനൽ ബിൽഡിംഗ് പരിപാടി, അതായത് മഴയ്ക്ക് മുമ്പ് ഏകദേശം പരിപാടി തീർക്കണം. പിന്നെ ഇതിനൊരു ഗുണമുണ്ട്, റാഡ് എടുക്കാനോ അതെടുക്കാനോ ഇതെടുക്കാനോ ഒന്നും ആരും പോകണ്ട. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളത് നീണ്ട് വന്നോളൂ അല്ലേ പാച്ച? റാഡ് എടുക്കാനൊന്നും നമ്മൾ പോകണ്ട കേട്ടോ. ഇതായതാ പാച്ച? ഇല്ലല്ലോ, അവിടെയൊക്കെ അടിച്ചു തുടങ്ങണ്ടേ? അവിടെയോ? അതിന്റെ തുടക്കത്തിൽ പാച്ച ഒരു പീസ് വെക്കണേ പാച്ച. ഇവിടെ ചെറിയ പീസ് വെക്കണേ. അവിടെ പീസ് വെച്ച് കൊടുക്കണേ, ഡീസലോട്ടൊന്നും എത്താതിരിക്കാൻ വേണ്ടി. ഇത് പെട്ടെന്ന് ബിൽഡിങ് തീരുവല്ലേടാ? തീരുവല്ലേ? മറ്റേ റാഡ് പരിപാടി പോലെ അല്ലല്ലോ. പിന്നെ ഇത് ബിൽഡിങ് അടിക്കാനൊന്നും അറിയണമെന്നില്ല, ആർക്കും വേണം ഇത് വെച്ച് അടിക്കാനൊന്നുമില്ല. ഉണ്ട്, പണി അറിയണം ഇല്ലടാ? ഹോള് വരുമോ? വിചാരിക്കുന്ന പോലെ അല്ല, ഇത് പവർഫുൾ മെഷീനാണ്. കണ്ട എല്ലാം മറ്റേത് 1500 മെഷീൻ പോലെ അല്ലേ മെഷീൻ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലടാ അരിവിന്, ഇത് ഭയങ്കര പവറാണ്. ഇവിടുന്ന് മാറി എല്ലാവരും ഇതിൻ്റെ അത് ചാടുന്നുണ്ട്. പൊള്ളിയോ? അതിൻ്റെ വിഷയം
ഇത് റാഡ് ഇങ്ങനെ നിൽക്കുമല്ലേ അങ്ങ് അടിച്ചടിച്ച് പോവാം. തെറിച്ച് വീഴുന്നതല്ലേ അവിടെ. മനുവണ്ണ ഇത് എത്ര മിനിറ്റും കൊണ്ടാവും മനുവണ്ണ? 2 മണിക്കൂർ ഉണ്ടാവുമോ? എന്തിനാ ഇനി അതും അതടിച്ച് ഇത് മൊത്തം ഇതുണ്ട് ഈ സാധനം മൊത്തം അടിക്കുന്നു. ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതടിക്കുന്നു, അത് കഴിഞ്ഞ് ഇതടിക്കുന്നു. കഴിഞ്ഞു. ഒക്കെ ഉള്ളൂ. ഈ ഇപ്പുറത്തെ പീസും കൂടെ കട്ട് ചെയ്യണ്ടേ? ഈ ഒരു പീസ് മനുവണ്ണ ഈ ഒരു പീസ് കട്ട് ചെയ്യണ്ടേ? ഇത് ചെയ്യണ്ടേ? അത് ഞാൻ ഇപ്പം വന്നാ നീ വേറെ നിന്റെ വീട് എവിടെയാ? ഇവിടുന്ന് എന്തൊരു ദൂരമുണ്ട്? ആ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇവർ നമ്മളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നു. അല്ല മനസ്സിലായി ഞാൻ പറഞ്ഞേ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണം അല്ലേ? ആ അതാ പാച്ചൻ വരുന്നുണ്ട്. പാച്ച എവിടെയാ? ആ കണ്ട മനു ഉള്ളത് കൊണ്ട് നടന്നു. നമുക്കിതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഇവർ ചെയ്ത് പരിചയമുള്ളവരായതുകൊണ്ട് കുഴപ്പമില്ല. മനുവണ്ണൻ്റെ ആ ശ്രദ്ധ അതിൻ്റെ അത് പെട്ടു. ഇലക്ട്രിക് നീ ആട്ടോ. അതിൻ്റെ ലൈറ്റിൽ ഓൾറെഡി കണക്ഷൻ ഉണ്ട്. ഇനി അതിൽ നിന്ന് കൊടുത്തിട്ട് 2 കറുപ്പ് കൊടുക്കുക. പിന്നെ ഈ സ്റ്റാറിൻ്റെ കണക്ഷൻ ഉണ്ട്. അത് വെറുതെ 2 സെൽഫ് അടിക്കുക. വണ്ടി കത്തിക്കരുത്. ഇതുണ്ടോ അത് അടിക്കുന്നുണ്ടോടാ? ഇത് പണി പെട്ടെന്ന് തീരുന്നു അല്ലേ പാച്ച? ഇതാണ് പെട്ടെന്ന് പണി തീരുക, മറ്റേതാണ് പെട്ടെന്ന് പണി തീരുക? പാച്ചൻ പറഞ്ഞാലേ എനിക്ക് വിശ്വാസം വരുള്ളൂ. ഏതാ? അല്ല മറ്റേ ഒരു കാര്യം കേട്ടോ, ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ നേരം പിടിച്ച് ഹോള് വീഴുമോ? കറണ്ട് കൂടുന്ന ഹോള് കൂടും. അപ്പോൾ സൂക്ഷിക്കണം. കിട്ടി? നിനക്ക് കിട്ടിയോ? ആഹാ എൻ്റെ തരി വീണാണ്ടല്ലോ. ഇതിന് ഗ്രൈൻഡ് ചെയ്യണ്ടേ പാച്ച? ഗ്രൈൻഡ് ചെയ്തിട്ട് എന്നാവും? അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല വേണ്ട, നമ്മുടെ സൈഡ് ഇതടിച്ചാലോ? കറുത്ത സ്പ്രേ സിൽവർ ഉണ്ട്. ഓ എന്നാ പാത്തൻ്റെ ഒരു ഇതൊന്നും നോക്കിയേ. എന്നാ പാത്തിനോട് ഞാൻ പറയുന്നത് ഇത് ഗ്രൈൻഡ് ചെയ്യണ്ട, സിൽവർ കോട്ട് അടിച്ചാൽ ഒത്തിരി കളയാനും പറ്റിയില്ല. അതിനാ അടുപ്പത്തന്നെ പൊട്ടിപ്പോ ചിലപ്പോ ഒത്തിരി കളഞ്ഞു കഴിഞ്ഞാൽ. മല്ലപ്പള്ളി. ആ നിന്റെ പേരെന്നാടാ? അടുത്തടുത്താ? ഇപ്പം വരുന്നല്ല. ഞാൻ വിചാരിച്ചു നേരത്തെ വന്നാന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാടാ? ഞാനിപ്പോ അതെന്നാ ഫോട്ടോ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കുക പുറത്തോട്ട് പോകാൻ വേണ്ടി. കുറേ പുതിയ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ പാച്ചൻ്റെ കൂട്ടത്തിലൊന്നും നിന്നെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ലിബിന ഏത് എന്നടാ? ആ ഇതിൻ്റെ എഡിറ്റിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആ മെറ്റൽ ഞാനിത് ഇട്ടുണ്ടെന്നില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഇതായിരുന്നു. ഇത് കണ്ടോ നോക്ക്, ഒന്നും സംഭവിക്കില്ല. സേഫ്റ്റി ഷൂ ഇടണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവനൊരു മറ്റേ ഇത് സ്വിമ്മിങ് സൂട്ടും കൂടെ വാങ്ങി കൊടുക്കണം. എന്തായാലും ഇതിന് ഇടയ്ക്ക് ഇപ്പം താഴെ പോകാൻ സാധ്യതയുണ്ട്. ഇവൻ ചാരി ഇരിക്കുന്നത് ഒരു ലൈഫ് ജാക്കറ്റ് അറിയത്തില്ലടാ. പാറ്റൻ പറയാ എന്നോട് ലിറ്ററിൽ ഒതുങ്ങൂല, നീ ഒരു പാറ്റുണ്ടായെങ്കിൽ 1.5 ലിറ്റർ വേണ്ടത്. ആണോ പാച്ച? പാച്ചിന്റെ ഇതൊന്നും പറ്റൂലെന്ന് പറയുന്നേ? പ്രായമായെന്നൊക്കെ പറയുന്നേ? അതല്ല ഉദ്ദേശിച്ചേ. ഗൈസ് നമ്മുടെ പാച്ചൻ അങ്ങനെ ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാച്ചൻ്റെ ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങും പിന്നെ അതേപോലെ എൻ്റെ ആഗ്രഹം മനുചാടിനെ കൊണ്ട് തുണി വെക്കണം. പാച്ച ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ പാച്ച, ആ ലൈറ്റ് ഒന്ന് വെക്കാവോ പാച്ച? ഫ്രണ്ടില് താന്ന് കിടക്കുക. അത് ഉറപ്പാണല്ലോ. മനുവിന് ഇത് കഴിഞ്ഞിട്ട് വേണം പാച്ചനെ കൊണ്ട് BMW റെഡിയാക്കാൻ. എന്താണ് മനുവിന് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ? മനു ഇന്ന് തന്നെ കപ്പ പൈസ നോക്കുവാണ്. ഇതിലെ പോകുന്ന ചുമന്ന സാരി മൊത്തം കാശ് കൊടുത്ത് മേടിക്കാം. എൻ്റെ ആഗ്രഹം മനുചാടൻ തുണി നോക്കണം. മനുചേട്ടൻ തുണി പൊക്കൂലേ? ഞങ്ങളുടെ പൊക്കി തരണ്ട, ഇതിന്റെ പൊക്കി തന്നാൽ മതി. ഇതിന്റെ അത് നമ്മുടെ കൂടുതൽ ഏറ്റവും നന്നായിട്ട് പൊക്കാനായിരുന്ന മനുചാടനാ. മനുചേട്ടൻ തന്നെ പൊക്കിയാൽ മതി. അതായത് മനുചേട്ടാ തുണി പൊക്കുവല്ലേ മനുചേട്ടാ? പാത്രം എന്നാ പറഞ്ഞേ? ഇവിടെ സ്ഥിരം വണ്ടി പോകുമ്പോൾ പൊക്കുന്നതാണല്ലോ പറഞ്ഞേ. അല്ലേ നമുക്ക് പൊക്കുവല്ലോ, നമുക്ക് വലിച്ചാൽ മതി. ആ നമ്മൾ അത്ര ഉദ്ദേശിച്ചുള്ളേ. സ്ഥിരം ഇവിടുത്തെ പുള്ളിക്കാരനാണ് തുണിയൊക്കെ പൊക്കി വിടുന്നത്. അപ്പൊ മനുചേട്ടൻ തന്നെ നമ്മൾ വണ്ടി പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴത്തെ തുണി പൊക്കിയാണ് പുള്ളി. നീ പറ അല്ലേടാ? എന്തുവാ മനുചേട്ടാ പറയുന്നത്? എന്റെ മനുചേട്ടാ അങ്ങനെ പറയാം. ഞാൻ സ്നേഹം കൊണ്ട് പറയാം. നമുക്ക് മറ്റേ കാണിച്ചു കൊടുക്കാം. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മറ്റേ വേണമെന്ന് കാണിക്കാൻ, പക്ഷെ കാണിക്കാൻ പറ്റത്തില്ല. മറ്റേ സിസ്റ്റം ചെയ്ത് എയറിന്റെ
മനുഷ്യന്റെ കുറേ കലകൾ വളരെ സെറ്റപ്പ് ആയിരുന്നു. കറക്റ്റ് സമയത്ത് എന്തായി പാച്ച ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് സെറ്റാക്കാൻ നീ സെറ്റാക്കാൻ മുമ്പ് കയറ്റത്തില്ല കണ്ടുപോയ സമയത്ത്. ഇതാകുമ്പോ ഇത് സ്പോട്ട് അടിക്കണം. സ്പോട്ട് അടിക്കാൻ വെക്കാൻ പറ്റില്ല കേട്ടോ. അത് നെറ്റ് ഉരി പോകാതിരിക്കാൻ വേണ്ടി ജനറേറ്റർ നമുക്ക് എടുത്തല്ല കടം. പാച്ച ഇത് എത്ര കെ ബി നോക്കാം. എൻ്റെ ജനറേറ്റർ അടിക്കാം. അത് പെട്രോളിലെ ഗ്യാസിൽ വരെ പോകും. നിങ്ങളുടെ ഗ്യാസ് എടുക്കാം. നിങ്ങൾ ഗ്യാസ് എടുത്താൽ മതി. ഗ്യാസിൽ പോകുന്ന സാധനം ആ മനു ഏകദേശം ആയല്ലോ. ഇത് ബേക്കിലേക്ക് സാധനം വെച്ചിട്ട് ഒന്നിവിടെ ഒന്നത് അവിടെ 2 സ്ഥലത്ത് സാധനം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒതുങ്ങിയ പോലെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാം വെൽഡ് ചെയ്താൽ മാത്രം ഇവരൊക്കെ വെൽഡ് ചെയ്തോടോ. ഇനി എവിടെയൊക്കെ വെൽഡ് ചെയ്യാനുള്ള ആ ഒരു സൈഡും കൂടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ലൈറ്റും കൂടെ ഒന്ന് മേലേക്ക് കയറ്റിയാൽ മതി. തുണി വെക്കാം. ഏകദേശം ഒരു 5:30 6 മണിയാകുമ്പോൾ 5:30 6 മണിയാകുമ്പോൾ തുണി വെക്കാൻ പറ്റുമോ പച്ച? ഇങ്ങനെ കറണ്ട് വരണം. അതാണ് മെയിൻ പ്രശ്നം. ഷോ അതിന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. കറണ്ട് പോയി. ഇത് എത്ര കേവിയാ? ഇത് എടുക്കൂലോ അലിവിനെ. മെഷീൻ ഞെങ്ങി പോവുള്ളൂ. 3 പീസ് എടുക്കൂലൂ. നമ്മുടെ 3 പീസ് എടുക്കൂല. ഓ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ പോലെ ഓക്സിജൻ ഒക്കെ കേട്ടോ അതിനകത്ത് കൊടുത്താൽ നോക്കി. ആ ഗ്യാസ് ചെയ്യുന്ന രീതിക്കാണ് ഗൈസ് നോക്കൂ. അതായത് അങ്ങനെ അങ്ങേ സൈഡ് മൊത്തം അടി തുടങ്ങി സൈലൻസറിനുള്ള. ഇനി ഈ സൈഡും ഈ സൈഡും കൂടെ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ 2 ജോയിന്റ് അതും കൂടി പിന്നെ പട്ട വെച്ചിട്ട് ഇത് ഫുൾ ഉറപ്പിക്കണം. ഇവിടെ ഒരു പട്ടം ഒക്കെ ഉണ്ട്. നടുക്കോട് വിടാന്ന് പറഞ്ഞത്. പാച്ച ഇനി എത്ര ഇത് വെക്കാൻ ഉണ്ട് പാച്ച? ക്ലാമ്പ് 5 ക്ലാമ്പും കൂടെ ഏകദേശം പരിപാടി. കാറ്റിലാടുന്നുണ്ടോ? അങ്ങനെ നിർത്താൻ പറ്റൂല. ഫുള്ള് ക്ലാമ്പ് വെക്കണം. ഫുള്ള് ക്ലാമ്പ് അടിച്ചിട്ട് വേണം നിർത്താൻ വേണ്ടി. സൗണ്ട് കുറഞ്ഞു കേട്ടോ. സൈലന്റ് നമ്മൾ പറഞ്ഞ പോലെ സൗണ്ട് കുറഞ്ഞ വണ്ടി ഭയങ്കര സൈലന്റ് ആയി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം. സൈലന്റ് അത് മൊത്തം ഇതായിട്ടില്ലായിരുന്നല്ലോ. മൊത്തം ആയി വരട്ടെ എന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇല്ല സൗണ്ട് ഭയങ്കര കുറവല്ലേ ചേട്ടാ? അല്ലേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ. എങ്ങനെ കുറവുണ്ടെന്ന്? സൗണ്ട് കുറവുണ്ട്. എടാ അതിൻ്റെ ഇത് മൊത്തം ലീക്കാന്ന്. അതായി വന്നാലേ പുറത്തോട്ട് തള്ളി വരുവുള്ളൂ. ഇതിന് മോട്ടോ ഏത് കണ്ട? ഇതിന് എത്ര രൂപ? ഇതെങ്ങനെയുണ്ട് ഫോണ്? ഇപ്പം എല്ലാവരും മോട്ടോ എടുക്കുന്നത്. ഫ്ലിപ്പ് കർവ് കിട്ടും. എല്ലാവരും ഇപ്പം മോട്ടോ എടുക്കുന്നത്. ലാസ്റ്റ് വട്ട പരിപാടി ചെയ്യാനായി ക്ലാമ്പ്. ആ ക്ലാമ്പ് ആ സാധനം പാച്ച ഒന്ന് പിടിച്ച് ആട്ടി നോക്കത്തില്ല പാച്ച? മനുചേട്ടനെ വിളിക്കണോ? നാട്ടാൻ വിളിക്കുന്നു. വാ മനുചേട്ടാ. ഞാനും നാട്ടാം. വാ എല്ലാരും മാറ്റിക്കോ കേട്ടാ. അലമുണ്ടാക്കല്ലേ സ്റ്റാൻഡേർഡ് സംസാരിക്കല്ലേ പാച്ച? ഒരു മര്യാദ ഒക്കെ വേണ്ട അല്ലേ? പാട്ടുണ്ടോന്ന് ശ്രദ്ധിക്കണം ചേട്ടാ. അതായത് ഇവിടെ മൊത്തം പിന്നെ ക്ലാമ്പ് അടിച്ച് സെറ്റ് പരിപാടി കേട്ടോ. മനു ഞാൻ സംശയം വെക്കട്ടെ മനു, അവിടെ എങ്ങനെ 2 ക്ലാമ്പ് കൊടുക്കുമോ? ആ സൈലൻസറിൻ്റെ അവിടെ നേരത്തെ തന്നെ ക്ഷീണം. മാറി അവിടെ നിന്ന് മാറിക്കും. ഭയങ്കര ഇതായിരിക്കും അടിയല്ലേ? ഇന്നലെ നേരത്തെ വന്നേ കല്യാണത്തിന് ഡ്രസ് എടുത്തില്ലേ? എടുത്തോ? എവിടുന്ന് എടുത്തേ? ഞാൻ ഇത്ര നേരത്തെ എല്ലാം ചെയ്യുന്നേ. എവിടുന്ന് എടുത്തേ? ചങ്ങനാശ്ശേരിന്നാ? തിരുവല്ലാന്നാ? ചേട്ടാ ഇത് ഇത്രയല്ലേ ഡേറ്റ് ആയിട്ടുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണത്തിൻ്റെ ഇപ്പം 3 മണിക്കാണ് കല്യാണമെങ്കിൽ പുള്ളിക്കാരൻ എടുത്ത് 2 മണിക്കാണ് തുണി. അങ്ങനെ ചെയ്യണം. എല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു ത്രില്ലിങ് വേണം. നമ്മുടെ ചെറുക്കനെത്തി കേട്ടോ. ഇവരാട്ടോ എല്ലാ സാധനം കൊണ്ടുതരുന്നേ. ബലേവനെ കൊണ്ട് പോയൊരു ഫോർച്യൂണർ കൊണ്ട് തിരിച്ചു വന്നു കേട്ടോ. എന്താ നമ്മുടെ പപ്സ് മേടിച്ചത്? ഇനി എന്നെ മേടിച്ചതെന്ന് ചോദിക്കട്ടെ. ആദ്യം നിങ്ങൾ പപ്സ് മേടിച്ചോ? ഇനി എന്നെ മേടിച്ചിരുന്നത് ഒന്നും വേണ്ട, വെറുതെ ചോദിച്ചാ. വേണ്ട ഞങ്ങളുടെ കടുത്ത ആരാധകന കേട്ടോ. ഇയാളൊക്കെ ഒരു വലിയ കോടീശ്വരനായിരുന്നു, രക്ഷപ്പെട്ടാനല്ലടാ. അങ്ങനെയാണ് സംഭവങ്ങൾ. ഓരോ പരിപാടികളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ പരിപാടി തീർക്കണം. എത്ര മണിക്കാട്ടോ സൺസെറ്റ്? 6:30ക്കാണോ 7:30ക്കാണോ? നോക്കി നിൽക്കട്ടോ, നമുക്ക് തുണി നോക്കിയിട്ട് പോവാം. തുണി വെക്കുണ്ടോ കുറച്ച് കഴിയുമ്പോ? ചുവന്ന തുണിയുണ്ടോ അതെടുത്ത് പൊക്കണം. നോക്കിയാ വെതർ എത്ര മണിക്കാ സൺസെറ്റ് കാണിക്കുന്നത്? മഴയാണോ കാണിക്കുന്നത്? 6:40 അല്ലേ? 6 മണിക്കപ്പം 6 മണിക്ക് നമുക്ക് തുണി വെക്കാം. അമിതേ എടാ 6 മണിക്ക് തുണി വെക്കണം കേട്ടോ. 6 മണിക്ക് മുമ്പേ തീർക്കണം. മനു 6 മണിക്ക് മുമ്പേ തീരണം. സൺസെറ്റാ.
ഇനി അതൊക്കെ ആ സമയത്ത് മോഡിഫൈ ചെയ്ത് ഇപ്പം ഈ സമയം പാച്ചാ ഞാൻ മാറാവേ പാച്ച ഞാൻ മാറിത്തരാം ആ ഗൈസ് പരിപാടികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോനെ അവിടെയാണ് സൂര്യൻ താഴെ ഇവൻ നമ്മൾ വണ്ടി എന്നൊക്കെ പണി വെച്ചോ അന്ന് തൊട്ട് ഇവന് വഴിയുണ്ട് ചാടില്ലേ നമുക്ക് കോട്ടയത്ത് പോയിട്ട് മൈക്ക് ഞങ്ങൾക്ക് മേടിച്ചു തന്നു. പിന്നെ നമുക്ക് ലൈറ്റ് മേടിച്ചിട്ട് ഇവനെ മാറ്റാൻ വേണ്ടി പോയി. ഇവൻ ഇവിടെ ലൈറ്റ് ഇവൻ തന്നെ പോയി. അല്ല ലൈറ്റ് വേറെ അല്ല. ഇവൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ നല്ല സഹായം ചെയ്തു. ഇവനൊരു സഹായിയാണ്. ഇവന്റെ പേര് ഇനി സഹായി. ഗൈസ് എന്തായാലും ഇതൊന്ന് തീരുന്ന കാത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിലൊക്കെ ഏകദേശം ഒതുങ്ങും കേട്ടോ. എടാ പെയിന്റ് എല്ലാം അടിച്ചു കയറുന്നല്ലേ? ആ ഇത് നീ ബ്ലാക്ക് അടിച്ചല്ലേ? ബ്ലാക്ക് അടിച്ചു. വേറെ എവിടെയാണ് ബ്ലാക്ക് അടിച്ചേ? ഇത് ബ്ലാക്ക് അടിച്ചു. ആ എന്നാ പിന്നെ നിനക്ക് ആ സാധനം എടുത്ത് ഇവിടെ ഒന്ന് ചെറിയ വീശിച്ചില്ലായിരുന്നോ? ആ കണ്ടോ ഇവിടെ പെയിന്റ് ലാബ് വരെ റെഡി ആയിട്ടോ. നോക്കി ഇതോ സിൽവർ അല്ല അത് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക്. അപ്പൊ ഇതോ അതും ബ്ലാക്ക്. അത് ബ്ലാക്ക് ഇത് ബ്ലാക്ക്. രണ്ടും മാറ്റാ പറയണ്ടേ? രണ്ടും മാറ്റാന്ന്. വാടാ നിന്നെ വീഡിയോ എടുത്തായിരുന്നോ? നിന്റെ വീഡിയോ പിടിച്ചായിരുന്നു. എന്നാ നീ ഇങ്ങോട്ട് വാ. ഇങ്ങ് വാ ഗൈസ് ദേ രണ്ടുപേരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. പോവാണോ? ആ പേരെന്നാടാ നിന്റെ പേരെന്നാ? വീട് എവിടെ? ഇവിടെ തന്നെയാ. ഗൈസ് അവർ കാണാൻ വേണ്ടി കുറേ നേരം ഞങ്ങളെ നോക്കിക്കുന്ന കേട്ടോ. കാണാൻ വേണ്ടി വന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്നാ? സിദ്ദീഖ് ചേട്ടനാണ്. ചേട്ടന് ഇറാഖിൽ ചെല്ലുമ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചാൽ മതി എന്നാണ് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടനെ ഞങ്ങൾ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീട് എവിടെ കറക്റ്റ്? ഗൈസ് ഇതേ ഫൈനൽ വട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് പരിപാടികൾ ഓരോന്നായിട്ട് കീച്ചിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അടി കേട്ടോ. ഇത് കഴിഞ്ഞ് അതിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വേറെ പരിപാടിയും സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതോടുകൂടി ഫൈനൽ വട്ട പരിപാടി. എന്നാ പറ്റിയേ? എന്നാ പറ്റിയേട്ടാ? നേരെയാന്ന് എൻ്റെ വിശ്വാസം. ഇതെങ്ങനെ വെച്ചാൽ മതിയാ നേരത്തെ അല്ലേ? നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയത്തില്ല? മനു ഞാൻ വിചാരിച്ചു എന്നിലും ബുദ്ധി ഉണ്ടാവും മനു എന്നാ. നിങ്ങൾ രണ്ടുപേരും ഒരു ക്വാർട്ടറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിട്ട് എന്നോട് ഇടിക്കില്ല അമിത് പറഞ്ഞല്ലേ ഇങ്ങനെ മതിയെന്ന്. ചേട്ടൻ വന്നേ മാറിക്കാ. വാ നമ്മുടെ കസിനാ കേട്ടോ. ആഹാ ഞങ്ങൾ അടുത്ത ബന്ധുവാണ്. കറക്റ്റ് ബന്ധം പറയുകയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ. വലിയ മട്ടണി അമ്മയുടെ അമ്മയുടെ കുടുംബക്കാർ ഇവിടെ ഉള്ള. അപ്പൻ്റെ കുടുംബക്കാരപ്പം എവിടെയാ? എനിക്കൊന്ന് പായിപ്പാട് അവിടെ എവിടെ എങ്ങാണ് അപ്പൻ. അതെ കറക്റ്റ് കേട്ടോ. ശരിയാ. വല്യമ്മയുടെ മട്ടണിയമ്മയുടെ ആൾക്കാരാണ് ചങ്ങനാശ്ശേരിക്കാർ. അവർ പെരുന്ന വായ്പാട് അവിടെ എങ്ങാണ്. രണ്ടുപേരും തമ്മിൽ ചേരൂലായിരുന്നു. പക്ഷേ നമ്മൾ ചേതക്കെടുത്ത ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്നാ? മോൻ്റെ പേരെന്നാ? ചേച്ചിയോ? ഇങ്ങോട്ട് വന്നോണല്ലേ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കയറി തന്നെ? വിളിച്ചു. അപ്പൊ കൊല്ലത്തുനിന്ന് അപ്പൊ അവിടെ ഞങ്ങൾ വന്നേ. വർക്കലയാണ് നമ്മൾ വന്ന് മറ്റേ ഇത് ചേതക്കെടുത്ത സ്ഥലം. കഴിഞ്ഞ ആഴ്ച അല്ലേടാ? കഴിഞ്ഞ ആഴ്ച കറക്റ്റ് അതല്ല കറക്റ്റാ. ഒരു വീഡിയോ മാത്രമേ ക്യാപ്പുള്ളൂ. നീ എത്രല്ലേ പഠിക്കുന്നത്? 10ാം ക്ലാസ്സില്. അപ്പൊ ലിവിനെയാണ് ചേച്ചി വീഡിയോയിൽ ഇഷ്ടമെന്നാണ് പറഞ്ഞത്. പാപ്പം എനിക്ക് ആരുമില്ല, നീ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞത്. കൊറേ നാളായി കാണുന്നേ. ബാക്കി എല്ലാം കാണും. ഈ ലൊക്കേഷൻ പുള്ളിക്കാരനെ വിളിച്ചെന്ന് പറഞ്ഞു തന്നു. അന്നപൂർണ്ണയുടെ വെഹിക്കിലാണ്. ഗൂഗിളിൽ അടിച്ച് അങ്ങനെ വന്നു. വിജയ് വെറുതെ അല്ലേ പുള്ളിയുടെ ഫോൺ വെക്കാൻ പറ്റുന്നത്. എപ്പോഴും ബിസി. എല്ലാരും അപ്പൊ നിങ്ങൾ അവിടുന്ന് എങ്ങനെയാണ്? ബൈക്കിൽ കാർ? അപ്പൊ അവിടുന്ന് വണ്ടി ഓടിച്ച് വന്നു അല്ലേ? ഞങ്ങള് പെട്ടെന്ന് പോയിട്ട് കൂടുതലുണ്ടായിരുന്നു ചേട്ടായിക്ക്. ഇവിടെ എന്താടാ? ഏകദേശം തീരാറായിട്ടോ. കാരണം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പരിപാടി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുവിന്റെ ഇതിലേക്ക് കിടക്കുകയാണ്. മനുവിന്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എറണാകുളത്തിനും.
എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമോ? കണ്ണൂർക്കല്ലേ ഞങ്ങൾ പോകുന്നത്? ഞങ്ങളിത് കോയമ്പത്തൂരാണ് പോകുന്നത്. നാളെ കോട്ടയത്ത് ശരിയായില്ല, നേരെ കോയമ്പത്തൂർ പോകും. നാളെ കോട്ടയത്ത് ശരിയായ കോട്ടയത്ത് കാണൂല. ഇത് എന്റെ ടാറ്റ വെഞ്ചറിന്റെ കാലം വരെ കാണുന്ന ആളാണ്. പേരെന്നാ? അരുൺ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ നമ്മുടെ പണ്ട് തൊട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത്. ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാർ കുറവാണ്. എല്ലാം പഴയ പണ്ട് തൊട്ടേ കാണുന്ന ആൾക്കാരാണ്. ചേട്ടൻ കായംകുളത്ത് പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയതാ. എന്നിട്ടോ ഇങ്ങോട്ട് വന്നു നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണാൻ വെഞ്ചറിന്റെ കാലം വരെ കാണുന്ന ഇവരും അതേപോലെ തന്നെ കേട്ടോ. പഴയ പണ്ട് മുതലേ വീഡിയോ കാണുന്നു. ചേട്ടൻ എന്നാ ചെയ്യുക? കോടതി സർക്കാർ ഉദ്യോഗസ്ഥൻ. ഓരോ ആളുകളാണ് നമ്മുടെ വണ്ടി ഇറങ്ങുന്നത് കാത്തിരിക്കുന്നത്. എങ്ങനെയും ഞങ്ങളും കാത്തിരിക്കുക തീരാൻ വേണ്ടി. 1 മണിക്കൂറിൽ തീർന്നാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ഇന്ന് നമ്മളിവിടെ എത്തന്നെയാവും. 1 മണിക്കൂർ കൊണ്ട് തീരുമെന്നുള്ളതാണ് ഞങ്ങളുടെ 1 മണിക്കൂർ തീരുവനെ. 1 മണിക്കൂർ തീരും. ഇപ്പൊ നമ്മൾ മറ്റേ കർട്ടൻ റൈസ് ചെയ്യും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൊച്ചുമിടുക്കൻ. പേരെന്നാടാ? നിന്നെ ഇട്ടിട്ട് പോയില്ല. ചേട്ടൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഇവിടെ കോഴഞ്ചേരിയാണ് വീട് അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ഞങ്ങളെ കാണാൻ വേണ്ടി. അവനും അതേപോലെ അവൻ തിരിഞ്ഞു പോവുക. ഇനി വീഡിയോ കാണടാ. ഗൈസ്, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്ല, നിങ്ങളുടെ ഒരു ഇതില് എപ്പം തീരും? നിങ്ങൾ മനുവിന്റെ അപ്പുറം. അത് കഴിഞ്ഞോ? സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? ക്ലാമ്പ് കൊണ്ട് അടിച്ചാൽ മതി. ക്ലാമ്പ് അടിക്കുക, പിന്നെ ഗ്രൈൻഡ് ചെയ്യുക, പിന്നെ മേലെ സാധനം കമ്പി വിടുന്നില്ല. അതൊന്ന് വിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് വേണം വണ്ടി തിരിച്ചു വെച്ചൊരു കീച്ച് കീച്ചാൻ. ഇതെവിടെയാ പാച്ചാ പാച്ചാ ആദ്യമായിട്ടാ ഒരാള് അന്വേഷിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ചേച്ചി ഒന്നും കൂടെ പറഞ്ഞു. തീർച്ചയായിട്ടും അന്വേഷണം പറയുന്നത്. ചേച്ചി ഡയഹായിട്ടായിട്ട് വീഡിയോ ആണ് ആളാട്ടോ. അപ്പൊ പുള്ളിക്കാരനും എല്ലാവരും പറഞ്ഞു, നീ ഇതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ അമിത? ഗൈസ്, ഇനിയിപ്പം പട്ടയും സാധനം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചേട്ടൻ 3 ദിവസമായി ഇപ്പം അടിച്ചു. വേറെ ഒരാളുണ്ട്, ഇവനെ സർവകാല റെക്കോർഡ് അടിച്ചപ്പോ നിൽക്കുന്നത്. ഇവൻ എല്ലാ ദിവസവും ഗൈസ്, അതായത് മാറിക്കോ എല്ലാവരും മാറിക്കോട്ടോ. ഭയങ്കര ഡേഞ്ചറസ് സാധനം. മനു ഒന്ന് വെറുതെ പിടിച്ച് നാട്ടി കാണിക്കാവോ? ഇത് ഓക്കെ ആണല്ലോ. എന്നെ പരിപാടിയാ മനു കാണിച്ച. പാചകം ചെയ്യണ്ടേ മനു? ഒരു കുട്ടികളെ കളിക്കാം മനു. മനുചേട്ടാ വീടിന്റെ അടിയിൽ ഇപ്പൊ കമന്റ് വരും, മനുചേട്ടാനെ അങ്ങനെ അങ്ങനെ ആൾക്കാർ പറയില്ലെന്ന്. ഒരു നല്ലവർ അവർക്ക് വിവരമുണ്ടെന്ന്. പാച്ച ഉച്ചക്കത്തെ ചോറ് എങ്ങനെ വേണ്ടേ? ആന്നോ? വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ഒരു തടസ്സം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് നമ്മള് പമ്പിന്റെ ഇതിന്റെ പണിയെടുത്തിട്ട് പുള്ളിക്കാരൻ നാളെ പിന്നെ വരും. നാളെ ഈ ലൈറ്റും കൂടെ സെറ്റ് ചെയ്യണ്ടോ? ലൈറ്റൊക്കെ എന്നെ ചാത്തനായിരുന്നു. എനിക്ക് ഫുള്ള് തുരുമ്പ് കയറി. അതുകൊണ്ട് കണ്ടു. ഒരിക്കലും ലോക്കൽ സാധനം അല്ലെങ്കിൽ ഇങ്ങനെ തുരുമ്പ് കയറില്ല. ഇത് കണ്ടോ? പക്ക ചാത്തനായി പോയി. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളം കയറിയിടാം. വെള്ളം കയറിയാൽ ചിലപ്പോൾ അത് കത്തുന്ന പോലുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്. നമസ്കാരം. പേരെന്നാ? പുതിയ ആൾക്കാരാ? പേരെന്നാ? വീട് എവിടെയാ? നിങ്ങൾ ബലേനയ്ക്ക് വന്നാ? നിങ്ങൾ അങ്ങോട്ട് മാറാഞ്ഞേ? അങ്ങനെ വരാഞ്ഞേ? ഇവർ കുറെ നേരം വന്നിട്ട്. പേരെന്നാ? വീട് എവിടെയാ? ചങ്ങനാശ്ശേരി. നിന്റെ പേരോ? വീട് എവിടെയാ? ചങ്ങനാശ്ശേരി. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ. നിന്റെ പേരെന്നാ? അക്ഷയ്. എവിടെയാ? പെരുന്ന. ചേട്ടൻ്റെ പേരോ? വീടോ? ഗൈസ്, ചേട്ടൻ അവിടെ വന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു. ഇതന്നെ പ്രത്യേക രീതിയിലുള്ള ഹെഡ് ലാമ്പ്. ഇലക്ട്രിക്കാ? ഇതേതാ വണ്ടി? സബ്ബൂഫർ പോലെ ഇരിക്കുന്നത്. ആരെടാ? ബലെനോ. കിടില സാധനം കേട്ടോ. ഇത് നല്ല പണി. കിട്ടി ഇപ്പൊ. എടാ അത് മറ്റേ കുളം എങ്ങോട്ട് വാ, കുളത്തിൽ പോയി ചാടില്ലേ? വാ. ആറ് വണ്ടിയാണ് ഇതാ? കിടില. ഇതെവിടെ നിട്ടിത്താടാ? തൃശ്ശൂർന്നോ? ഒരു ചേഞ്ച് ചെയ്യാത്ത വണ്ടി. ഫുൾ ഓപ്ഷനാ? പെട്രോളാ? എടാ നീ എത്രക്ക് എടുത്തത്? എത്ര? 1 രൂപ ലാഭമാണല്ലോ. എന്നിട്ടോ എടുത്തോ?
കഴിഞ്ഞില്ലേ? JVC സ്പീക്കർ ഇതിൻ്റെ അകത്ത് കിട്ടിയത് നിനക്ക്? ഓ ഇതെന്നെ സാധനം സീറ്റ് അഡ്ജസ്റ്റ് ആവുമോ? ഓ AC വണ്ടി ഇങ്ങനത്തെ സ്വിച്ചാ? 1.20 നിനക്ക് ഇത്ര നല്ല വണ്ടി കിട്ടി. ഓ നിന്റെ ഭാഗ്യടാ, AC ഉള്ള നല്ല കിടിലൻ വണ്ടി. പക്ഷെ ബേക്കിൽ സ്ഥലം ഇല്ലല്ലേടാ ഇരിക്കാൻ. ഇത് ഒറിജിനൽ സീറ്റ് അല്ലേ? കിടിലൻ വണ്ടി, എല്ലാ സംവിധാനവും എല്ലാം ഉള്ള കിടിലൻ സാധനം. ഇതിന്റെ മേളിൽ ഇനി ഫുൾ ഓപ്ഷൻ ഇല്ലല്ലോ? ഇതല്ലേ ന്യൂട്രൽ? ഓടാ പിന്നെ സ്റ്റോക്കിന് ഇങ്ങനെയാ? സ്റ്റോക്ക് ഇങ്ങനെയാ? ആ ചെറുതേന്ന് 2 ഹോൾ ഇട്ട് കൊടുത്തോണം അല്ലേ? പവർ സ്റ്റിയറിംഗ് ടൈറ്റ് അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് അല്ലേ? ശരിക്കും ഇങ്ങനെ അല്ലല്ലോ വരണ്ടേ? എസ്റ്റീം ഇതിൽ ഇച്ചിരി കൂടെ സ്മൂത്ത് ആണെന്ന് തോന്നുന്നല്ലേ? എസ്റ്റീമിന് മൈലേജ് ഇല്ലേ? ഓ ഇത് മിറർ വരെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാന്നല്ലേ അന്നത്തെ കാലത്ത്? ഇത് അന്നത്തെ പ്രീമിയം കാർ. ഇത് അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതല്ലേ നല്ല വണ്ടിയാണോ? ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എത്ര കയറ്റി ഇറക്കാൻ പറ്റുമല്ലോ? അതല്ലടാ, ഇത് കയറ്റി ഇറക്കാനും പറ്റില്ല. ഇത് ഒറിജിനൽ ജപ്പാനാ അല്ല ഇവിടെ ഉണ്ടാക്കിയതാണോ? അതൊന്നും അവനറിയില്ല, അവൻ കിട്ടിയപ്പോൾ മേടിച്ചു അത് തന്നെ അല്ലേ? അങ്ങനെയാണല്ലോ മാരുതി സുസുക്കി ഉണ്ടായത്. ഇനി കൂടുതൽ ചോദ്യത്തിന് അവനില്ല. നിങ്ങൾ എപ്പോഴാണ് വന്നേ? പേരെന്നാ? എവിടെ വീട് എവിടെയാ? അപ്പം അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. പേരെന്നാ? എവിടെയാ? നിന്റെ പേരോ? പായിപ്പാടാ? കുറേ അധികം ആളുകളെ, നിരവധി അധികം ആളുകളെ നമ്മളിവിടെ കണ്ടു. നമ്മുടെ വണ്ടിയുടെ പരിപാടി അവിടുന്ന് മാറാൻ പറ്റില്ല കേട്ടോ. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പണി കറക്റ്റ് നടക്കണം. അടി ഇതെന്തായാലും ചെയ്യണമല്ലോടാ അമിത്തേ. ഇത് നോക്കിയേ, അങ്ങോട്ട് വലിഞ്ഞു പോയി. ഇത് വലിച്ചു കെട്ടണോടാ. അതായിരിക്കും നീ പറഞ്ഞ പോലെ നല്ലത്, അല്ലെ ബോറായിരിക്കും. അതിനെ പറ്റിയ ബ്ലേഡ് ഇല്ലേ? 1 മണിക്കൂറിൻ്റെ തീരുവോ പാച്ചാ? പാച്ചിന്റെ കഴിവ് മൊത്തം അങ്ങ് എടുക്ക് പാച്ച. എടുക്ക്. ഇനി ഒരു കഴിവില്ല എനിക്കെന്ന്. അല്ല ഈ മണിച്ചേട്ടൻ പറയും തുണി വെക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പണി പാടി. 6 മണിക്ക് ശേഷം തുണി വെക്കൂലെന്ന് പറഞ്ഞേക്കുന്നത്. 6:45 വരെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ. നോക്കാം, ഒന്ന് പൊക്കി തരണേ. ഇല്ല തുണി ഉണ്ടോടോ? അത് ജസ്റ്റ് ഇട്ടാൽ മതി. തുണി ജസ്റ്റ് ഫ്രണ്ടിൽ ഇട്ടേണ്ട കേസേ ഉള്ളൂ. പിന്നെ എന്നിട്ട് നമ്മളിങ്ങനെ വലിക്കുന്നു. പിന്നെ കുറച്ച് പരിപാടികൾ സംഭവം കഴിഞ്ഞു. ഒഫീഷ്യലി അത് മണിച്ചേട്ടന്റെ ഇഷ്ടം. ഊരുവല്ലേ ചെയ്യുന്നേ? ഊരുവല്ലോ, താഴോട്ട് ഊരുവല്ലോ. എങ്ങനെ ചെയ്യുന്ന ചേട്ടാ? നമുക്ക് പരിചയമില്ല. നമുക്ക് മുന്നോട്ട് വലിക്കാം. എന്നാ ചേട്ടാ? ഇതെന്നാ ഏതാടാ? ചെയിന് സപ്പോർട്ടിന് ഇപ്പം കണ്ടിക്കുവോ? ഇത് മാനേജറിന് പിന്നെ പരിപാടി അറിയാമെന്നാണ് കുഴപ്പമില്ല. എന്ത് പരിപാടിയാണ് തെളിച്ചു പറയണേ അല്ലേ? പരിപാടി എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ ഗ്രൈൻഡ് ചെയ്യാൻ അറിയാവുന്നതാണ്. എന്തിനാട്ടോ ഇത് ഗ്രൈൻഡ് ചെയ്യുന്നത്? ഓ ഗ്രൈൻഡ് ചെയ്യാൻ അടിക്കും. അതിനൊരു ക്രോസ് കൊടുക്കുക കേട്ടോ. അതും ഇതും തമ്മിലുള്ളൊരു ബന്ധത്തിന് വേണ്ടിയാണ് ആ ക്രോസ് കൊടുക്കുന്നത്. എന്തിനാണ് ക്രോസ് കൊടുക്കുന്നത്? നീ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ നിനക്ക് അതിനുള്ളൊരു ഉത്തരം ഉണ്ടായിരിക്കണം. പറ. അത് ഓരോന്നോരോന്ന് ഇങ്ങനെയാണ് നാടാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത് മറ്റു വെക്കുമ്പോൾ രണ്ടും കൂടെ ആടൂലേ? ഇല്ല, ആടത്തില്ല. ഇല്ല. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുമോ? ഏതാ ചെറുതിന് സപ്പോർട്ട് കൊടുക്കുമോ? ചെറുതിനല്ല, മറ്റേ വലിയ പൈപ്പിന് സപ്പോർട്ട് കൊടുക്കും. എനിക്കിപ്പോഴും പിടുത്തം കിട്ടിയില്ല കേട്ടോ അതെന്നാ സംഭവം എന്നുള്ളത്. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനല്ലേ നീ പറയുന്നത് സപ്പോർട്ട് കൊടുക്കുന്നുള്ളത്? മനസ്സിലായി. അപ്പം ആ കമ്പിക്ക് സപ്പോർട്ട് കൊടുക്കുമോ? ഇല്ല, അതല്ല. എടാ നീ എന്നെ സപ്പോർട്ട് ചെയ്തതല്ല ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യും? ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ട് നമുക്ക് ഇവിടെ. ഇങ്ങനെയുള്ള സപ്പോർട്ട് ഇല്ലല്ലോ. മനസ്സിലായോ? കണ്ടാ പറഞ്ഞാന്ന് നോക്കി. ഇതാരാ? ഇയാളെ പേരന്വേഷിച്ചാൽ ഞാൻ പറയും. അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വലിയ നിലയിലിരുന്നൊരു വ്യക്തിയായിരുന്നു. മഞ്ഞു നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു വണ്ടിയൊക്കെ മേടിച്ചു തന്നു. ഒറ്റ സുഹൃത്തായ ആ ഉറ്റ സുഹൃത്തിനോട് ഇതാ ചെയ്തെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്തായിരിക്കും അല്ലേ? സുന കൊടുക്കാനാ പറഞ്ഞത്. സുന കൊടുത്തിട്ടുണ്ട് ഞാൻ. ബാക്കി ഇറങ്ങുവാണോ? വെള്ളം വേണോ കുടിക്കാൻ? എന്നാ ഇറങ്ങണ്ട അവിടെ തന്നെ നിന്നോ.
ഇനി അതും കൂടെ കഴിഞ്ഞില്ല വാച്ച ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ അതും വെച്ചാൽ അത് പിന്നെ അങ്ങോട്ട് എടുത്ത് സ്ക്രൂ ചെയ്യേണ്ട കേസല്ലേ ഉള്ളൂ. ഒന്നുമില്ല, അതിൽ സ്പോട്ട് ചെയ്യാണ് എല്ലാ നെറ്റിന്റെ അടിയിലും ഓരോ സ്പോട്ട്. ചേട്ടാ അതിനത് ഇതില്ല ചേട്ടാ, അത് ചെറിയ ഇതടിച്ചാൽ മതി. അതിന്റെ നമ്മൾ മേളിൽ കയറ്റി വെക്കും. നമുക്ക് ലൈറ്റ് കണക്ഷൻ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, വെറുതെ അങ്ങോട്ട് വെക്കുന്നുള്ളൂ. എല്ലാം ഈ ലൈനൊക്കെ തൂങ്ങിക്കിടന്നുണ്ട് കേട്ടോ, അതാ അതിന്റെ രസം. തൂങ്ങിക്കിടന്നുണ്ട്. എന്നാ ഇവിടെ അങ്ങനെ ചെയ്തോളൂ. JDC സമ്മതിക്കണം, അവന് 3 ദിവസമായി വരുന്നു. സബ്സ്ക്രൈബ് ചെയ്യില്ല, ഞാൻ പറഞ്ഞു ഇന്നില്ല. എന്നിട്ടോ വണ്ടി ഇത് ഇവിടെ നിർത്തി ഇത് എടുത്തു കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. തുണി നോക്കിയിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. തുണി നോക്കിയിട്ടുള്ള പരിപാടി അങ്ങനെ നിങ്ങൾ നമ്മളെ അല്ല, ഒന്ന് വിളിച്ചോ. തുണി വെക്കാൻ നേരത്ത് വിളിക്കാനേ വിളിക്കാം, അല്ലെ മോശമാണ്. വിളിച്ച് അടിക്കുന്നതിന് മുമ്പേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും. ഒന്ന് വിളി മനു. തുണി വെക്കാൻ വേണ്ടി പോവാണ്. ഒരു 6 മണിക്ക് പിന്നെ വരാൻ പറ. നിങ്ങളെ ഗൈസ് നോക്കൂ, നമ്മുടെ വീഡിയോ കാണുന്ന 2 പേരുണ്ട്. പേരെന്നാ? കെവിൻ. പേര് ലിയോ. ഗൈസ് ഇവർ ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ തീരാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതിന് അവിടെ നിൽക്കുന്നേ വീഡിയോ പെടാൻ ഷൈനിയാണോ? വരൂ. ഓൾറെഡി പെട്ടു ഗൈസ്, നിങ്ങൾ പെട്ടു. നിങ്ങൾ ഇതിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വരൂ. പേരെന്നാ? അപ്പൊ വീട് എവിടെയാ? തൊട്ടടുത്താ? ചേട്ടൻ്റെ പേരോ? വീട് എവിടെയാ? ഫ്രണ്ട്സ് സെറ്റപ്പ് ആണോ? നേരത്തെ കണ്ടില്ല. അപ്പൊ ഞാൻ ഉള്ളിലായി. കഴിഞ്ഞ കേട്ടടാ, ഇനി ക്ലാമ്പും കൂടി ഉള്ളൂ. ഗൈസ് അങ്ങനെ ക്ലാമ്പ് അടിക്കാൻ വേണ്ടി പോവാണ്. പാച്ചനും എന്നാ താത്തനോ? അതിനാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണോ? അമിത, നീ ഷോട്ട് എടുക്കാൻ തയ്യാറായിക്കോട്ടോ. ഒരു കാര്യം ചെയ്യണം, ആ ക്ലാമ്പ് ഒന്ന് നീങ്ങ ഇവിടെ വരൂ. അത് കണ്ടോ, അതിന്റെ മേളിൽ ഒരു കവർ കണ്ടോ, അതെടുത്ത് താത്തിട്ട്. അത് തന്നെ കൈ നേരെ നീളത്തിലുള്ള കമ്പി പച്ച. വലിക്ക്. അത് മാത്രം. അതിന്റെ കൈ അങ്ങനെയല്ല, ഇങ്ങനെ. അത് തന്നെ വലിച്ചു ബാക്കോട്ട് വിട്ടു. ഓക്കെ. എന്തിയെ വടിയും കൊമ്പൊക്കെ? എന്തിയാണ് ഇത് പൊക്കുന്ന വടിയും കൊമ്പും? അതാ ഞാൻ താത്തോണ്ട് ആരുമില്ല, ഫ്രണ്ടിലൊന്നുമില്ല, അകത്തൊന്നുമില്ല. കൈ വെക്കല്ല, ഒന്നുമില്ലല്ലോ. എന്നാ മാറ്റാ താഴെ ഇതൊരു ടൈറ്റ് ആണോ? നിങ്ങൾ കൂള് വെച്ചിട്ടുണ്ടോ ഹൻസ? എന്റെ മനുവണ്ണ അങ്ങനത്തെ ആളല്ല. എന്റെ മനുവണ്ണ അങ്ങനത്തെ ആളല്ല. മിനി ഗോൾഡ് വലിച്ചിടുന്ന പാച്ചനെ കിങ് വലിപ്പിച്ച മനു ഇപ്പൊ ആരായി? അല്ലേ മനു? എല്ലാവർക്കും മനു മതി. കേറി അടിച്ചു നോക്ക്. മനുവണ്ണ അടിക്കണ. മനുവണ്ണന്റെ അല്ല, നിങ്ങൾ ഇപ്പം തന്നെ സെറ്റപ്പ് ചെയ്യും. ഫൈനലി നമ്മുടെ വണ്ടി ഡോർ അടിക്കണ്ട. മനു തന്നെ നീ എടുക്കുന്നുണ്ടോ? കൈസ് എന്നാ ഡോർ അടിച്ചു. കൈസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പം അറിയാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. അല്ല, വണ്ടി എടുക്കുന്നില്ല. ഇപ്പം മാറി. ഞാൻ പറഞ്ഞില്ല, പിന്നെ മറ്റേ കറക്റ്റൊക്കെ ഇതായി. ലീക്ക് ഉണ്ടോ നോക്കി. അപ്പുറം കാണിച്ചു. അപ്പുറം അടിച്ചേ. അവിടെ ലീക്കുണ്ടോ പാച്ച? ലീക്കുണ്ടോ? ഒന്ന് നോക്കിയേ. കാല് കൊടുക്ക. ഓക്കെ സംഭവം ഓക്കെ. മനുവണ്ണ നന്നായി
സൗണ്ട് ഉണ്ട് അത്യാവശ്യം. അങ്ങ് ബേക്കിലൊക്കെ തന്നെ അറിയാം. കൊള്ളാല്ലേ? പിള്ളേരെല്ലാം ഫോൺ പൊക്കി പിടിച്ചേക്കുന്ന നല്ല സൗണ്ട് വരുന്നുണ്ട് ഇല്ലേ? കൊള്ളാട്ടോ. ഞാനൊരു ഡൗട്ടാണേ, ഈ ഒരു ഇച്ചിരി ഇത് ഉള്ളിലോട്ട് വരണോ ഇപ്പുറത്തെ സൈഡത്തെ? വേണ്ട വേണ്ട വേണ്ട. കറക്റ്റാണോ? ധാരാളമില്ലേ? ഇനി ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി വാളും. പുക മേളിൽ കൂടെ ഭയങ്കര ബാസാ കേട്ടോ അല്ലേ? ഗാംഭീര്യമുണ്ട്. അത് സാധാ സൗണ്ട് തന്നെ. ആണോ? മനുവേട്ടാ ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്ത്. ഡീസലായതുകൊണ്ട് പുക കിട്ടും, നല്ല പുക കിട്ടൂല. ആ അമേരിക്കൻ ട്രക്ക് പോലെ ആയില്ലേ സത്യം പറഞ്ഞ ഇപ്പൊ അല്ലേ? സാധനം സെറ്റ് ആയിട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീയോ? ഇതാ നിന്നെ ടോപ്പിൽ ലൈറ്റും കൂടെ വേണം. ആ പാത്രം കൂടെ ലൈറ്റും കൂടെ എടുത്തില്ല. സൗണ്ട് ഉണ്ട് ഇല്ലേ? നല്ല സൗണ്ട് ഇല്ലേ? അതുപോലെ ക്ലീൻ സൗണ്ട്. സൗണ്ട് ഉണ്ട്. ഗൈസ് ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വണ്ടി നമ്മൾ നേരെ തുണി എടുക്ക് സക്സസ് ആയിരിക്കണം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി തിരിച്ചിടാം. തിരിച്ചിട്ട് നമുക്ക് ലൈറ്റ് പിടിപ്പിക്കാം. ആ മുഖം അങ്ങോട്ട് ഇടാനാ? ആണോ? ബേക്കിൽ ബാബാ എങ്ങനെ ബാക്കോട്ട് എടുക്കുവാണോ? നേരെ റിവേഴ്സ് പോയിട്ട് അങ്ങനെയാണോ വരേണ്ടി വരും? ഇല്ല അങ്ങനെ കിട്ടൂല. കുറച്ചും കൂടെ ആവും ഇങ്ങോട്ട്. എന്നാ ചെയ്യുന്ന? ആ ഇല്ല എന്നാ ജിബിന എന്നെ നേരെ റിവേഴ്സ് ഇടുവാണോ അല്ലെങ്കിൽ ബേക്ക് പോയിട്ട് അങ്ങോട്ട് ഫ്രണ്ട് ഇടുവാണോ? അല്ല നേരെ ബേക്ക് പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു അന്ന് വിട്ടോ എടുത്തെടുത്തു. ഒന്ന് വണ്ടി അറിഞ്ഞേ, ഒന്നത്തെ വണ്ടി ആണ് മുന്നോട്ട്. ആ മുന്നോട്ട് എടുക്കല്ലേ ചേട്ടാ, പെട്ടെന്ന് അരമണിക്കൂറും കൂടെ നമുക്ക് കിട്ടുള്ളൂ. ആ പൂച്ച പോയി നോക്കിയേ. പൂച്ച 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 വാ പോട്ടെ 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 ബാബാ 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 ഏതാ ഇങ്ങനെ എടുക്കാൻ പറയട്ടാ? അതിനാ പത്ത് ഓടിക്കട്ടെ, നോക്കട്ടെ കിട്ടുമോ? ബാബാ പോട്ടെ 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 ബേക്ക് വാ വരട്ടെ 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 ഫുള്ളടി ഫുള്ളടി. ആ സൈഡും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ ചേട്ടാ. പോട്ടെ 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 ബൈക്ക് തളിക്കാവും ഞാൻ. പോട്ടെ 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 ഫുള്ളടിച്ചോ ഫുള്ളടിച്ചോ നേരെ വമ്പൻ അടിയാ കേട്ടോ. സീറിങ് വമ്പൻ അടിയാ. എവരേറ്റവും മുന്നേ വന്നിട്ട് വമ്പൻ അടിയാ. വിറക്കി വേണം ബാബാ. പോട്ടെ 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 മനോട്ട് വേക്കില്ല. പോട്ടെ 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 എടാ അമിത പോട്ടെ പോട്ടെ
വേഗം പറ. പോട്ടെ 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 ബാക്കിൽ വണ്ടി കൊണ്ട് നോക്ക്. പോട്ടെ 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 തിരിച്ചടിച്ചോ തിരിച്ചടിച്ചോ തിരിച്ചടിച്ചോ. പോട്ടെ പോട്ടെ തിരിച്ചോ. നേരെ മനു, ആ കോളോട് ബൈക്ക് നോക്കിയാലേ. ആ ബൈക്ക് നോക്കാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? വരട്ടെ 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 തിരിച്ചോ. അങ്ങനെ തന്നെ വരട്ടെ 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 വരട്ടെ. ഓ വരട്ടെ 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 തിരിച്ചടിച്ചോ. പുറത്തോട്ട് വണ്ടി ഇറങ്ങിയത് എല്ലാവരും കുറേ ആൾക്കാർ കൂടി കേട്ടാ. വരട്ടെ വരട്ടെ കാലെടുത്തോ പുറത്തോടുത്തോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ വണ്ടി കയറ്റി വെച്ചു. പോട്ടെ പോട്ടെ ബ്രീഡ പോലെ അങ്ങനെ പോട്ടെ പോട്ടെ ബ്രീഡ പോലെ പോട്ടെ പോട്ടെ ബ്രീഡ പോലെ. ടയർ നേരെയാക്കിടാം ബ്രോ. മതി മതി ബേക്കിൽ ലൈറ്റ് അങ്ങനെ വെച്ചേ. പോവോ? ഞാൻ പാത്രയുടെ ഫ്രണ്ടും കൂടെ നോക്കണം. മതിന്ന് പറ. ആ മതി മതി. ലൈറ്റ് 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 കയറി ഇനി. കിട്ടിയോ? ആ പോട്ടെ. ടൈറ്റ് ചെയ്യണ്ടേ പാച്ച? ആ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ടൈറ്റ് ചെയ്യാൻ പോകട്ടോ. അല്ല മറ്റേ ഇതോ വണ്ടിയുടെ മേലിൽ കയറാനാ? ആ ഉള്ളി കൂടി അല്ലേ? ആഹാ. അങ്ങനെ നമ്മുടെ മെയിൻ സാധനം ടോപ്പ് ലൈറ്റ് കെട്ടാൻ വേണ്ടി പോലെ ലാസ്റ്റ് ലൈറ്റ് അങ്ങനെ കയറി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആ സൂര്യൻ താഴ്ന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്യാൻ അല്ലേ? ആ എല്ലാം ടൈറ്റ് ചെയ്യേണ്ട കേസേ ഉള്ളൂ. സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് നോർമൽ സൗണ്ട്. നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നേക്കാളും സൗണ്ട് കുറഞ്ഞു വണ്ടിയുടെ. ആ ഒസോറായി വന്നു. നല്ല അടിപൊളി സൗണ്ട്. കാലുകൊടുത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. ഇത് കാലുകൊടുത്ത് ഇങ്ങനെ സൗണ്ട് ആണ്. ഇതിന് അങ്ങനെയാണ് സൗണ്ട്. നേരത്തെ ഗാംഭീര്യം അത്രേ ഉള്ളൂ. സെയിം സൗണ്ട്, ക്ലാരിറ്റി ഇച്ചിരി കൂടി. പിന്നെ മുറുക്കാതെ എങ്ങനെയാണ്? എന്നാ ചോദ്യ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ അവിടെ എന്തോ സംഭവം പറ്റൂല. ആ അവർ കയറ്റി മുറുക്കി അതല്ലേ, അത് ഇറക്കി. പക്ഷെ താഴെ ഒരു 2 ലൈറ്റും കൂടെ ആയിരുന്നു പൊളിയായിരുന്നു കേട്ടോ. 4 ലൈറ്റും കൂടെ കഴിഞ്ഞാല് താഴെ കൂടെ ഉണ്ടായിരുന്നല്ലേ, നടുക്കും കൂടെ ഉണ്ടായിരുന്നു പൊളിച്ചാന്. ഇന്ന് തുറക്കൂല്ലോ, ഇനിയും തുറക്കൂല്ലോ. എന്നാ ഏട്ടായി? എന്നാ ഏട്ടായി? എന്നാ പറ്റിയേ? അല്ല അത് ലൂസായപ്പോഴേ ഇത് മൊത്തം ഒടി കിട്ടിയത്, വണ്ടിക്ക് ഒടി കിട്ടിയത്. ആ ടൈറ്റ് ആയിരുന്നു, ലൂസാക്കിയപ്പോഴാണ് ഒടി കിട്ടിയത്. അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലേ? അത് വേറെ സാധനം ചാർജ് ഇല്ലല്ലോ. ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം കർട്ടൺ റൈസിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരിക്കും ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കാൻ കൊണ്ടുകൊണ്ടാണ് ഈ കർട്ടൺ റൈസ് സംഭവം വെക്കണം. ശരിക്കും എങ്ങനെ ചെയ്യണ്ടേ? നേരെ ഉൾട്ടയാണ്, കാരണം കർട്ടൺ റൈസിന് ശേഷമാണ് ഇത് കാണണ്ടേ. അതിങ്ങനെ എടുക്കണം. അപ്പോൾ ഇച്ചിരി കൊണ്ട് മാറ്റ്. ആ അല്ല, പക്ഷെ അപ്പോൾ സൈഡ് വൻ എങ്ങനെ എടുക്കും? അല്ല വിഷയം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഇങ്ങോട്ട് പോയില്ല, ഫ്രണ്ടിലേക്ക് പോയി. അന്ന് വെച്ചു നിങ്ങളുടെ അല്ല സാധനമേ പിന്നെ അവർ ഒതുക്കിയിടാനുള്ള അല്ല മനു ഇവിടുന്ന്. ആ അപ്പോൾ ഇത് കിട്ടൂലല്ലേ, അതാ. അങ്ങനെ വണ്ടി പിന്നെ കർട്ടൺ റൈസിന് വേണ്ടി താഴോട്ട് വലി. എടോ വണ്ടിയോ കാല് നോക്കണേ. എൻ്റെ കാലിൽ 2-3 പ്രാവശ്യം കൊണ്ടാ ഓഫാക്കിയത് കേട്ടോ. അണ്ണാ മറ്റേ സാധനം പിടിച്ച് വലിച്ചു ഓഫാക്കി. അറിയാലല്ലേ, കൈ കൊണ്ട് വെറുതെ വലിക്കുമല്ലേ അല്ലേ? ഓഫാക്കി കുഴപ്പമൊന്നുമില്ലല്ലോ.
ഇതിപ്പോ സായിപ്പന്മാരെ തുണി ഇച്ചിരി തുണി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ? അല്ലോ പോന്നോ? ഇത് ഓക്കെ ആടോ. ഇത് മതി. ഓ ധാരാളം. ഫ്രണ്ടിന് ആ സൈഡ്, അപ്പുറത്തെ സൈഡ്. ആരാ വലിക്കുന്നേ? ആരാ വലിക്കുന്നേ? എല്ലാരും അഭിപ്രായം. ആരാ വലിക്കുക? ഇരുട്ടാകുന്ന വാ 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 വാ. അല്ല ഇരുട്ടായിട്ടാ വലിക്കാം. ആ ഫ്രണ്ടിലേക്ക് വലിക്കാം. പക്ഷെ ഞാൻ കേസ് വെക്കട്ടെ. അത് നമ്മൾ വലിക്കും. അതിപ്പം തന്നെ വരുമോ ചേട്ടാ? അവിടെ മനു അവിടെ നിന്നേ വലിച്ചു നിൽക്കേ. അവിടെ നിൽക്കേ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല മഴ പെയ്യൂന്ന്. മഴയല്ല, അത് അപ്പുറത്തൊന്ന് കയറ്റി വലിച്ചിട്ട് പിടിക്കണം. ഇങ്ങനെ ഇരുന്നേ. ഇല്ല, അത് പോന്ന ആദ്യം. അങ്ങനെ പിടിച്ചാൽ മതി. ആ സൈഡിൽ ആരെങ്കിലും പിടിച്ചാൽ മതി, കാണത്തില്ലല്ലോ. ചെയ്യാം. റെഡിയല്ലേ? നീ വലിക്കുന്ന കട്ട് എടുക്കൂല. ആരെങ്കിലും വലിക്കേ. നിങ്ങൾ ഇവിടുന്ന് പിടിച്ചോട്ടാ. പിടിച്ചോ. ആയില്ല മനു വാ. പുള്ളി ഇവിടെ എത്തൂല, ഇപ്പൊ എത്തൂല്ലോ. വാ, നിങ്ങൾ അവിടെ നിന്നോ. വാ. അത് ആരെങ്കിലും പിടിക്കാൻ കൊടുക്കുക. അതൊന്ന് പിടിക്കാൻ വേണം. പിടിച്ചാൽ മതി. അങ്ങനെ വെറുതെ പിടിച്ചാൽ മതി. പാച്ചനെ കൊണ്ട് നിർത്തായിരുന്നല്ലേ? പാച്ചനെ കൊണ്ട് നിൽക്കായിരുന്നു. അല്ല, ഒരാൾ കയറി പിടിക്കും, എന്നിട്ട് പാച്ചനെ കൊണ്ട് ഇറക്കി വിടോ? പുള്ളിക്കാരനെ കൊണ്ട് വലിക്കട്ടെ. എടാ നീ വന്നേടാ. ഒന്ന് കയറി പിടിച്ചാടാ. പാച്ചനെ കൊണ്ട് വാ. പാച്ചനെ കൊണ്ട് വലിക്കട്ടെ. വെറുതെ ഒറ്റ വലി വലിച്ചാൽ നീ കയറി സൈഡിൽ. ഒരു സ്ഥലത്ത് അവിടെ എവിടെയും പിടിച്ചോ. ആയില്ല. അല്ല നിങ്ങൾ ഫോട്ടോ എടുക്കുമല്ലോ. ആയില്ല. റെഡി? 2, 3 സ്റ്റാർട്ട്. സന്തോഷം. ഇനി ഇത് പുള്ളി വലിക്കാം. സ്റ്റാർട്ട് ചെയ്തോ. അല്ലേ? നേരത്തെ വീഡിയോ എടുത്താണ്, പക്ഷെ അത് ഈ ഫോണല്ലേ, വേറെ ഫോണായിരുന്നു. കാണാൻ പോടാ ചേട്ടൻ. പേര് പറഞ്ഞു? സുരേഷ് ചേട്ടൻ. ചേട്ടനോട് ബിൽഡിംഗ് പരിപാടി 3 ദിവസം 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ അറിയാം. ബട്ട് ചേട്ടന് ജോലി തിരക്കാനും വരാൻ പറ്റിയില്ല. അപ്പം ചേട്ടൻ ഇന്ന് വരാൻ പറ്റിയ ദിവസത്തിൽ ഇന്ന് വന്നു ഇല്ലേ? യെസ് ഗൈസ്. അപ്പം അതേപോലെ തന്നെ ഇന്നലെ വന്ന ചേട്ടൻ അനിയനാണ് ഈ ചേട്ടൻ. ചേട്ടൻ്റെ പേരുന്ന ശ്യാം. ഇത് ഒരുങ്ങി കുളിച്ചു വരേണ്ട കാര്യമില്ല. അവിടെ നിൽക്കേ. പേരെന്നാ? എന്നാ ഗൈസ് നോക്കൂ, എന്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന ചേട്ടനാണ്. 5 വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചു. നീ തിരുവല്ല വന്നപ്പോ കണ്ട പേര് 5 വർഷം. അന്ന് എത്ര വയസ്സാ? അന്ന് എനിക്ക് 24. ഇന്നപ്പോ 30 സംതിങ്.